രാവിലെ തന്നെ ഒരേടെ കഴുക്കോളിൽ എന്നെ തിട്ടപ്പെടുത്തു വന്നേ. ഓ, താനാണോ? എനിക്ക് താനിപ്പോ വരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. ഓർക്കാപ്പുറത്ത് വരുന്നതല്ലേ ഉള്ളൂ ഒരു രസം, അതും കേൾക്കാൻ രസമുള്ള കാര്യമായിട്ട്. താനെന്തോ രാവിലെ ഇത് കരയുമായിരുന്നു. ഞാനെന്നും തനിച്ചിരുന്നേ കരഞ്ഞിട്ടുള്ളൂ. കരയേണ്ട കാലത്ത് തൻ്റെ ഇടമായി കരച്ചിലടക്കിയിട്ട് ഇപ്പോൾ ഒരു കരക്കെടുക്കാറായപ്പോഴാന്നോടൂ ഈ ദുർലക്ഷണം. സ്വസ്ഥത എന്തെന്ന് എനിക്ക് വിധിച്ചിട്ടില്ല. താനാണോ നിശ്ചയിക്കുന്നത്? അനുഭവം കൊണ്ടറിഞ്ഞൂടെ? കളയടൂ ഈ പരവേശവും സങ്കടവും. പിന്നെ ഞാനിപ്പോൾ വന്ന എന്തിനാണെന്നറിയാമോ? തനിക്കിവിടെ വരാൻ പ്രത്യേകിച്ച് കാരണം? എന്നാൽ ഇന്ന് വന്നത് പ്രത്യേകിച്ചൊരു കാര്യമായിട്ട് തന്നെയാണ്. എന്താണ്? കേക്കേ, ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഒരിടം വരെ ഒന്ന് പോയി തിരിച്ചു വന്നതോ ഒന്നിനു പകരം രണ്ട് കാര്യം സാധിച്ചോണ്ട്. അതിലതിശയമൊന്നുമില്ല. ഹനുമാന്റെ അവതാരമല്ലേ? എടോ, എന്റെ പരാക്രമം എടുക്കുമൊന്നും അല്ലടോ, നമ്മുടെ ദൈവാധീനം അല്ലാതെ എനിക്ക് കേൾക്കണോ? താൻ എന്താ പറഞ്ഞ? കേക്ക്. മാധവിക്കൊരാളെ തരവായിട്ടുണ്ട്. അവിടെ വരെ വന്നാൽ പയ്യനെയും അവന്റെ വീട്ടുകാരെയും കാണാവുന്ന എൻ്റെ ഒരു സിൽബത്തി എനിക്ക് കേട്ടവാതി ഞാൻ അങ്ങനെ ചെന്നപ്പോഴോ എല്ലാം കൊണ്ട് നമുക്ക് പറ്റിയ ബന്ധം. ഇനി അവർക്ക് ഇവിടം വരെ ഒന്ന് വരണം, വാക്കുറപ്പ്, അത്രയേ ഉള്ളൂ. അങ്ങനെ അങ്കണ്ടു. നീ താളി ഓടിച്ചത് കേൾക്കണ്ടായോ? കേക്കടൂ. ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പേ അവിടുത്തെ ഒരു പ്രമാണി, ഒരു മില്ലുടമസ്ഥൻ പറഞ്ഞാൽ താൻ അറിയും. എടൂ, നമ്മുടെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ചില്ലയോ, ഇടത്തെ കാലിന് സ്വാധീനമില്ലാത്ത കറുത്ത് മെലിഞ്ഞൻ ഇവിടെ നല്ല മുത്ത ചെട്ടിയായിരുന്നു. മനസ്സിലായോ? എന്നെ ഒത്തിരി നാൾ കൂടി ഇരുന്ന് കണ്ടോണ്ടാന്നോ എന്തോ കെട്ടിപ്പിടിച്ചങ്കാരി പണ്ടത്തേടവും പിന്നത്തേടവും എല്ലാം പറഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ അവിടെ കൂടി. ഏത് നമ്മുടെ രാഘവനെ തൽക്കാലം ഒരു ഹെൽപ്പറായിട്ട് അങ്ങ് എടുക്കാം ഒന്ന് ഏറ്റു. ഏതേ കുറച്ച് കഴിഞ്ഞ് നല്ലൊരു ട്രെയിനിങ് എല്ലാം കൊടുത്ത് താൻ കേൾക്കുന്നുണ്ടോ? നല്ലൊരു ജോലിയും അവൾ കൊടുക്കും. രണ്ട് കാര്യം ഒരുമിച്ച് സാധിച്ചത് ദൈവാധീനമെന്നല്ലത് എന്തുവാടോ പറയേണ്ടി? താനെന്തോ ഈ അറവുറ്റി പോലിരിക്കുന്നത്? കേൾക്കേണ്ടത് കേട്ടിട്ടു. കേട്ടത് മനസ്സിൽ കയറണ്ടേ? കയറാതിരിക്കാൻ എന്തോ ഇവിടെ ബോംബ് വീണിട്ട് ചെവി അടഞ്ഞിരിക്കുമോ? അത് പറഞ്ഞാ താൻ ദുഃഖിക്കും. അതെനിക്ക് പുത്തരിയല്ല. ഇത്രയും നാളും എനിക്ക് വേണ്ടി കുരിശു ചുമന്നത് പോരെ? ഞാൻ എന്നും എൻ്റെ കുരിശേ ചുമന്നിട്ടുള്ളൂ. ആവട്ടെ, എന്തുവാ തൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം? താൻ ചന്ദ്രനെ കണ്ടോ? ഇല്ല. അവൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞു. 3-4 തവണ എന്നെ കാണാൻ വരികയും ചെയ്തു. അവനിപ്പോൾ ഇവിടെ ഉണ്ടോ? ഇത്തവണ അവൻ വന്നിട്ട് വീട്ടിലങ്ങനെ വലുതായിട്ട് തങ്ങിയില്ല. മിന്നായം പോലൊന്ന് വരും, അപ്പം തന്നെ അപ്രത്യക്ഷമാവും. ആരും ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. എന്നോട് പോലും ഒരു വക സംസാരിച്ചിട്ടില്ല. എനിക്ക് ചോദിച്ചുകൂടായിരുന്നോ എന്തുവാ കാരണമെന്ന്? അല്പം കരുത്തുള്ളത് ആ മുഖത്ത് നോക്കുമ്പോൾ ചോർന്നു പോകും. പിന്നെ പാർവതിയോടും അവനൊന്നും പറഞ്ഞില്ലേ? എന്നാ പിന്നെ ഞാൻ അറിയില്ല. താൻ വിഷമിക്കാതെ. ഈ നിസ്സാര കാര്യത്തിനാണോ ഈ കുരങ്ങിയൊക്കെ കാക്കല്ലെ പോലെ വന്നിരിക്കുന്നത്? താനിതൊരു മാണ്ടല്ലോ.
ഇതിലും വലിയ എന്ത് കാര്യമുണ്ട് ചങ്ങാതി എനിക്ക്? തനിക്കറിയാമല്ലോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അവനെ ഇങ്ങനെ കാണുന്നത്. നൊന്ത് തഴമ്പിച്ചവനാണ് ഞാൻ. പക്ഷേ ചന്ദ്രനൊരു ജലദോഷപ്പനി വന്നു എന്ന് പറഞ്ഞാൽ മതി, ഞാൻ ആകെ ആടിപ്പോ. താൻ വിഷമിക്കാതെ, ഞാൻ അവനെ ഒന്ന് കാണട്ടെ. എന്നോട് അവൻ ഇതുവരെ ഒരു കാര്യം ഒളിച്ചിട്ടില്ല, ഇനി അത് ഉണ്ടാകുകയില്ല. ഏതായാലും ഞാൻ അവനെ ഒന്ന് കാണട്ടെ. ചോദിക്കണമെന്ന് പറയാൻ തന്നെ എനിക്ക് കഴിയുന്നില്ല. എന്താണോ അവൻ പറയാൻ പോകുന്നത്? ഉള്ളിൽ അത് തുറന്ന് പറയുമ്പോൾ അവൻ ആരെ ആശ്വാസമാകും. ഞാൻ ഏതായാലും അവനെ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ. താനൊന്ന് സമാധാനമായിട്ട് അവിടെ ഒന്ന് ഇരിക്കേ. എൻ്റെ ദൈവമേ, ഇങ്ങനെ ഉണ്ടോ മനുഷ്യർ? കഷ്ടം. പോയിട്ട് വരാം കേട്ടോ. ഇനിയെങ്കിലും എണീറ്റ് വല്ലതും കഴിക്കരുതോ? നേരെ കുറച്ചേറെ ആയില്ലേ? കഴിച്ചില്ലെങ്കിൽ ആർക്ക് ഛേദം? മറ്റുള്ളവർക്ക്. മറ്റുള്ളവർക്ക് ഈ പല്ലവി കേട്ട് മടുത്തു. ഉള്ള നേരം എങ്ങനെ മാറ്റി മാറ്റി പറയും? നിന്ന് വിഷമിപ്പിക്കാതെ പോകുന്നുണ്ടോ വെളിയിൽ? ഇനി അല്ല, ഞാനേ കുറച്ച് കഞ്ഞി ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ? എനിക്ക് വേണ്ടെങ്കിലോ? എന്നാ പിന്നെ കഷായം അല്പം കുടിക്കണം. കഞ്ഞി വേണ്ടെങ്കിൽ കഷായം. എനിക്കതും കഷായം. അയ്യോ, അസുഖം വന്നാ മരുന്ന് കഴിക്കണ്ടേ? അതിനിങ്ങനെ ഉപേക്ഷ വിചാരിച്ചാലോ? എന്റെ അസുഖത്തിനുണ്ടോ മരുന്ന്? ഉപ്പ് തിന്നവും വെള്ളം കുടിക്കണം. പോകാനല്ലേ പറഞ്ഞത്? ഇനി പോയാൽ എവിടം വരെ പോകാമായിരുന്നു. തക്ക നേരത്ത് പറഞ്ഞിരുന്നെങ്കിൽ. വരാൻ പറഞ്ഞപ്പോ വന്നു. പോകാൻ പറഞ്ഞെങ്കിൽ പോയേനെ. മുറിവിൽ കുത്തി വേദനിപ്പിക്കരുത്. ഒന്നും എന്നെ ഓർമ്മിപ്പിക്കാതെ. 20 വർഷമായി ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ മാറ്റുന്നതിന് തെളിഞ്ഞു വരുന്നതല്ലാതെ എന്തൊരു നീച്ചൽ, നിലയ്ക്കാത്ത നീച്ചൽ. ഈ 20 കൊല്ലവും കഴിഞ്ഞതൊന്നും ഓർക്കാൻ എനിക്ക് സമയം പോലും കിട്ടിയില്ല. ഈ ഭൂമി ഇടിഞ്ഞു താന്ന് ഞാൻ താഴോട്ട് പോയിരുന്നെങ്കിൽ, എന്റെ ബുദ്ധി നശിച്ചു പോയിരുന്നെങ്കിൽ. ചെയ്യാൻ പിടിപ്പതില്ലേ? ഉള്ള നേരം കൊണ്ടത് ചെയ്യുമോ? അതോ ഇങ്ങനെ ഫലമില്ലാത്തത് ആലോചിച്ചുകൊണ്ടിരിക്കുവോ? ചോര നീരാക്കി ചെയ്ത കൃഷി പൂമ്പെടുത്തതേ പുഴുക്കുത്തുമായിട്ട് പിന്നെ ഇനിയും ചെയ്യാനുണ്ട് പോലും. അല്ലേ, ചെയ്ത കൃഷിക്ക് എന്തു പറ്റി? കണ്ണുള്ള ഈശ്വരൻ അതിന് ഒരു ദോഷവും വരുത്തൂല. ഒന്നും പറ്റിയില്ലല്ലേ? ചന്ദ്രൻ ഇവിടെ വന്നിട്ട് ദിവസോത്രായി. അവനെ നീ കണ്ടില്ലേ? അവനെന്താ ഒരു വാട്ടമോ ചടവോ ഒക്കെ, ഒരു ശൂന്യം പിടിച്ച മട്ട്. അവൻ പറയാതെ എങ്ങനെ അറിയും? അല്ലെങ്കിൽ തന്നെ നീ എന്തിനറിയുന്നു? അതെ, വല്ലായ്മ ഉണ്ടെന്നെങ്കിലും തോന്നിയോ? എന്താ എന്റെ മുഖത്ത് കണ്ണില്ലേ? ആശ്വാസമായി. ചന്ദ്രൻ വന്ന ദിവസം തന്നെ എനിക്ക് തോന്നിയിരുന്നു അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ പുകയുന്നെന്ന്. ഒരമ്മയ്ക്ക് അതറിയാൻ മിടുക്കെന്തിന്? അമ്മയായിരുന്നെങ്കിൽ ഇതും ഇതിനപ്പുറം അറിയായിരുന്നു. ആ പുകച്ചിലിന്റെ കാരണം കണ്ടുപിടിക്കുമായിരുന്നു ഇതിനിടയ്ക്ക്. ഇത്ര കൊല്ലമായി ഈ പഴി കേട്ടു തുടങ്ങിയിട്ട്. എന്ത് വേണമെങ്കിൽ പറഞ്ഞോണം. മനുഷ്യർക്ക് ബോധ്യമായില്ലെങ്കിൽ വേണ്ട, ഈശ്വരൻ അറിഞ്ഞാൽ മതി. അതാ ഞാൻ പറയുന്നത്. ഈശ്വരനെ മറക്കരുത്. ആരും അത് ചെയ്യരുത്. ഞാൻ ചോദിച്ചിട്ട് ഒരക്ഷരം അവൻ പറഞ്ഞില്ല. പണ്ടൊക്കെ ദീയൂതുന്ന അടുപ്പിൻ്റെ അടുത്ത് വന്നിരുന്ന നാടായ നാട്ടിലെ വിശേഷങ്ങളൊക്കെ രസം പിടിച്ച് പറഞ്ഞു തരുമായിരുന്നു അവൻ. ഇത്തവണ വന്നിട്ട് എന്നോടൊന്ന് മിണ്ടാൻ പോലും കൂട്ടാക്കിയില്ല. എന്ത് പറ്റിയൊന്നും എൻ്റെ കുഞ്ഞിന്. എൻ്റെ കർമ്മം അവൻ്റെ കുറ്റമല്ല. ചോദിക്കാൻ വേണ്ടി ചോദിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അറിയണമെന്ന് ആഗ്രഹം വേണം ചോദിക്കുന്ന ആളിന്. അത്ര ആഗ്രഹമുള്ള ആൾക്കന്ന് ചോദിച്ചുണ്ടായിരുന്നു. എന്തുകൊണ്ടോ എന്താ എനിക്ക് അവനോട് ചോദിക്കാനൊരു മടി, ഒരു വിമ്മിട്ടം, ഒരു ഭീതി. ഇന്നല്ല, എന്നും അങ്ങനെ തന്നെ. ആ മുഖമൊന്ന് കറുത്താൽ, ആ കണ്ണൊന്ന് കലങ്ങിയാൽ, ആ സ്വരമൊന്ന് പരുഷമായാൽ, എന്തിന് ഒരു ദിവസം അവൻ എന്നോട് സംസാരിക്കാതിരുന്നാൽ മതി. പിന്നെ എനിക്കൊരു തഞ്ചവുമില്ലെന്ന്.
2 ദിവസമായി ഞാൻ പലപ്പോഴും ആഞ്ഞിട്ടുണ്ട് അവനോടൊന്ന് ചോദിക്കാൻ. പക്ഷേ ആ തളർന്ന മുഖം കാണുമ്പോൾ ഞാൻ എന്തെല്ലാം ഓർത്തു പോകുന്നു. അവനോട് ചോദിക്കാൻ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാ? ഇത്ര തങ്കപ്പെട്ട ഒരു കുട്ടിയുണ്ടോ ഈ ചുറ്റുവട്ടത്ത്? വയസ്സ് 10-25 ആയെങ്കിലും കളിയും ചിരിയും തമാശയും തന്നെ. ഇവിടെ നിന്ന് ജോലി കിട്ടി പോകുന്നത് വരെ ഞാൻ അടുത്തിരുന്നാലേ അവൻ ഊണ് കഴിക്കൂ. പണ്ടത്തെ പോലെ ഞാൻ അടുത്ത് കിടന്നാലേ അവൻ ഉറക്കം വരും. എന്നിട്ടും അവനിങ്ങനെ ബാധോപദ്രവം ഏറ്റതുപോലെ. ഈശ്വര, എന്ത് പറ്റിയൊന്നും എൻ്റെ കുഞ്ഞിന്? അല്ല, കേശമുള്ള അവനോട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ടായിപ്പോൾ അങ്ങോട്ട് പോയത്. അയാളെ വലിയ ഇഷ്ടമാണ്, ഒന്നും മറച്ചു വയ്ക്കില്ല, എല്ലാം തുറന്നു പറയും. എന്തിന്? അച്ഛന് തന്നെ ചോദിച്ചൂടെ? അച്ഛൻ ചോദിച്ചാൽ അവൻ എന്തെങ്കിലും മറച്ചു വെക്കുവോ? അല്ല, ഞാൻ വിചാരിച്ചത് അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ചോദിക്കും. അതിന് എനിക്ക് ആരെങ്കിലും ശുപാർശ വേണം. ഞാൻ ചോദിക്കും, അവൻ പറയും. ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ഞാൻ എന്തിനു പേടിക്കണം? ആര് പറഞ്ഞു പേടിക്കണം എന്ന്? ചോദിക്കുന്നത് അച്ഛൻ, കേൾക്കുന്നത് മകനും. അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. നീ അകത്ത് പോ. എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടാൽ മതിയായിരുന്നു ഈശ്വര. ആരാടാ അത്? ചന്ദ്രനാണോ? അല്ല. പിന്നെ ഇവിടുത്തെ വായി നോക്കിയോ? ഇങ്ങോട്ട് മാറുന്നില്ലേ? പലതും കഴിക്കാൻ നേരം ആയപ്പോ ഇങ്ങെത്തി അല്ലേ? ഊര് ചുറ്റി വലത്തും കഴിഞ്ഞ്. എന്താടാ ഒന്നും മിണ്ടാത്തത്? അതിനും വരണ്ടാന്ന് പറഞ്ഞാ വരില്ല. ഇതെന്താ വായു ഭക്ഷണം കഴിക്കുവോ? അതെന്തിനും മറ്റുള്ളവരറിയണം. നോക്കെ, നിന്റെ ഈ വിളച്ചിലെന്ന് എന്നോട് എടുക്കരുത്. എടുക്കേണ്ടി വന്നാലേ എടുക്കൂ. വഴിയെ കയറി ആരും പറയാൻ വന്നില്ലല്ലോ. ദോഷം നോക്കണേ. ആ ചന്ദ്രൻ അങ്ങനെയും ഈ നിഷേധി ഇങ്ങനെയായിപ്പോയത്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ നിഷേധിയുടെ കാര്യം പറയുമ്പോ ആ പൊന്നുമോന്റെ കാര്യം പറഞ്ഞേക്കരുത്. ആ ക്യാമച്ചാരുടെ വലിപ്പം വർണ്ണിക്കുമ്പോ ഈ മോശക്കാരനെ ഇന്ന് വെറുതെ വിട്ടേക്കണം. ഓർമ്മയായപ്പോ തൊട്ട് കേട്ടോണ്ടിരിക്കുന്നതാ ഈ ത്രാസിലിട്ട് തൂക്കി ആളുകളെ കൊച്ചാക്കുന്ന വർത്തമാനം. നീ ആരാടാ എന്നെ ഗുണദോഷിക്കാൻ? ഗുണദോഷിക്കാനോ? ഞാനോ? അതിലിവിടെ വേറെ ആളുകളില്ലേ. ഞാൻ എന്റെ കാര്യം പറഞ്ഞെന്ന് മാത്രം. വിവരവും വകതിരും ഇല്ലാത്ത ഈ മുട്ടാളനെ കൊണ്ട് വേണമല്ലോ ദൈവമേ എന്റെ കാലം കഴിഞ്ഞാൽ ആ പാവം ജീവിക്കേണ്ടത്. എടാ താൻ തോന്നി നിനക്ക് അത് വല്ല ചിന്തയുണ്ടോ? എനിക്കാരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ കാര്യം മറ്റുള്ളവർ. ഇറങ്ങി പോടാ നിന്നോട്ട് എഴുന്നേൽത്തരം പറയാതെ. ഉറപ്പിച്ച് വളർത്തിയവരെ കുറിച്ച് ഒരു കൂറും കരുണയില്ലാത്ത ഇടാ നിന്നെ കണ്ട പിന്നെ അന്ന് നിൽക്കാൻ പറഞ്ഞാൽ പോലും നിൽക്കാൻ പോണില്ല. കാണാൻ ഇഷ്ടമില്ലാത്തവരെ ഞാനെന്തിനും ശല്യപ്പെടുത്തണം? കാണാൻ കൊള്ളാവുന്ന മക്കൾ ഉണ്ടല്ലോ വേറെ, സാക്ഷാൽ വാരിയുടെ മക്കൾ. ഞാൻ എങ്ങനെ ജനിച്ചു പോയെന്നല്ലേ ഉള്ളൂ. നോക്ക്, ഇനി കമാന്ന് മിണ്ടിപ്പോകരുത് നീ. ഞാൻ ഇനി മിണ്ടിപ്പോയാ നാവിന്ന് വീഴുന്ന എന്തെന്ന് തന്നെ എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ല. ഇതിനേക്കാൾ എത്ര ഭേദം അച്ഛനും അമ്മയും ആരെന്നറിയാതെ തെരുവി കഴിയുന്ന പിള്ളേര്. കഷ്ടപ്പെട്ട് 3 നേരവും വയറ്റ് തരുന്നതിന്റെ കൂലി അല്ലടാ. അത് വേണ്ടായിരുന്നല്ലോ. കൊച്ചിലെ തന്നെ കഥ കഴിച്ചുകൂടായിരുന്നോ? ഇനിയിപ്പോ ഒന്നേ പറ്റൂ. കഷ്ടപ്പെട്ട് പുന്നാര മക്കളെ വളർത്തി പേക്കോലം തിരിഞ്ഞ എന്റെ തള്ളയില്ലേ ഇവിടുത്തെ വേലക്കാരി, അവർക്ക് കൊടുക്കാനുള്ള കൂലി മറ്റെഴുതി കൊണ്ടാ മതി എനിക്ക് തരുന്ന ചോറ്. കാണാൻ കൊതിച്ചപ്പോ തന്നെ എത്തിയല്ലോ വില വേറില്ലാത്ത മകൻ. ചന്ദ്ര മോനെ ഇങ്ങോട്ട് വാ. കേട്ടില്ലേ ആ പിഴയാളി പറഞ്ഞത്? കേട്ടു. നീ കേട്ടത് എത്ര ഭേദം. നീ വരുന്നതിന് മുമ്പ് അവൻ എന്തായിരുന്നു ഇവിടെ താണ്ഡവം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവൻ പറയാവുന്നത് ആരുടെ മുഖത്ത് നോക്കിയും പറയും, ശരിയായാലും തെറ്റായാലും. നീ എന്തോന്നാ ചന്ദ്ര ഈ പറയുന്നത്? രാഘവനെ പറ്റി എനിക്കെന്നുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ ഇഷ്ടവും ഇഷ്ടക്കേടും മനസ്സിൽ വെച്ചവൻ പെരുമാറില്ല, അത്ര തന്നെ. ഓഹോ, കൊല്ലാത്ത കാര്യങ്ങളും കൊണ്ടോ നിന്റെ ഈ പുറപ്പാട്? നീ ഉപദേശിച്ച് നന്നാക്കേണ്ടവന്
ഏണി ചാരി കൊടുക്കുകയാണോ വേണ്ടത്? ഇത്ര നാൾ ഉപദേശിച്ച ഞാനാണ് മടയൻ. അല്ല, ഞാനാരും ഉപദേശിക്കാൻ? അവൻ എന്നെ എത്രയോ ആണത്തമുള്ളവൻ. പിന്നെ ചോദിക്കാനുണ്ടോ? 4 അക്ഷരം പഠിക്കാതെ കണ്ട കടത്തിണ്ണയിലെല്ലാം കയറി ഇറങ്ങി ആളുകളെ കൊണ്ട് പറയിക്കാൻ നടക്കുന്ന വെറും തെമ്മാടി. പക്ഷേ അവനെ ആർക്കും അങ്ങനെ വഞ്ചിക്കാൻ കഴിയില്ല. വഞ്ചന? ആരെ വഞ്ചിച്ചെന്നാ നീ പറയുന്നത്? ലക്കില്ലാത്ത വർത്തമാനം കൊണ്ടോ നിന്റെയും പുറപ്പാട്? അതെന്തോ ആട്ടെ, എന്തിനാ എന്നെ വിളിപ്പിച്ചത്? ആഹാ. നീ വന്നിട്ടിന്ന് 3 നാളായില്ലേ? എവിടെയായിരുന്നു നീ? അയ്യോ, പുറത്തോട്ടിറങ്ങി 4 മനുഷ്യന്മാരെ കാണാമെന്ന് കരുതി. ഞാനും നിന്റെ അമ്മയും നിന്നെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കല്ലേ? ഇനി ആ വിഷമം ആർക്കും ഉണ്ടാകില്ല. അതാണ് നല്ലത്. നീ കൂട്ടുകാർ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് കണ്ടോട്ടെ. ഞാൻ ഉദ്ദേശിച്ചല്ല അച്ഛൻ മനസ്സിലാക്കിയത്. പിന്നെ ഞാനിന്ന് ജോലിക്ക് പോകുന്നില്ല. പാപത്തിന്റെ ചുമട് ഞാൻ താഴത്തിറക്കി. ചുറ്റിക്കാതെ മോനെ, എന്തുണ്ടായി? വല്ല കുഴപ്പവും വന്നോ നിന്റെ ജോലിക്ക്? പണ്ട് എനിക്ക് സംഭവിച്ചതുപോലെ കൂടെ നടക്കുകയും പുറകെ കുഴി തോണ്ടുകയും ചെയ്യുന്ന വല്ല ചതിയന്മാരും നിന്നെ കൊപ്പത്തിലാക്കിയോ? കൂട്ടുകാരും എന്നെ ചതിച്ചില്ല. ചോദിച്ച് വിഷമിപ്പിക്കരുത്. എനിക്ക് ഉദ്യോഗം വേണ്ടെന്ന് തോന്നി, അത്ര തന്നെ. ഇതാണ് നിനക്ക്? നിന്റെ ബുദ്ധി നല്ല തെറ്റിപ്പോയോ? എങ്കിൽ എത്ര നന്നാകുമായിരുന്നു. ഓർമ്മിക്കാതെ, ചിന്തിക്കാതെ, നീർ ദഹിക്കാതെ ഇതൊരു ആശ്വാസമാകുമായിരുന്നു. ദൈവമേ, ഇത് നേരാണെങ്കിൽ ഇതിനാണോ ഞാനും ആ തള്ളയും ഇത്രയും നാളും പാടുപെട്ടത്? നീ ഒരുത്തിൽ നന്നായി കാണാൻ വേണ്ടിയല്ലേ ഈ കടവും കടവിട്ട വട്ടിയുമായിട്ട് ഞങ്ങൾ ഇന്നുവരെ പൊഴിച്ചത്? ഞങ്ങളുടെ കാര്യങ്ങളാ കണ്ടവന്റെ കാല് പിടിച്ച് നിനക്കൊരു ഉദ്യോഗം വാങ്ങി തന്ന ആ കേശമുള്ള ഇതറിഞ്ഞ എനിക്ക് ആരെയും വേദനിപ്പിച്ച് രസിക്കണമെന്നില്ല. എന്റെ വേദന മറ്റാരും അറിയുകയും വേണ്ട. നിനക്ക് എന്തുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞുകൂടെ? അത് ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അതൊന്നും മകൻ അച്ഛന്റെ മുഖത്ത് നോക്കി പറയാൻ കൊണ്ടുവരില്ല. നിനക്ക് എന്താ, നീ വല്ല ഊര കൊടുക്കലും ചെന്ന് പെട്ടോ? ഞാൻ അന്നേ പറഞ്ഞതാണ്, പട്ടണമാണ്, മറിമായം വിറ്റഴിയുന്ന ഇടമാണെന്നൊക്കെ. എന്ത് അത്ഭുതം! ഇരുട്ട് താൻ അറിയാതെ വെളിച്ചം തോന്നുന്നു. ഞാൻ ചോദിച്ചെന്തോന്ന് നീ പറയുന്നെന്തോ? ചോദിച്ച എത്ര ശരി, പഠിച്ചത് തന്നെ പാടിപ്പോകുന്നു. ഇതെന്ത് കഥ? കാടരിപ്പ് നിർത്തിയിട്ട് കാര്യം പറഞ്ഞേ. എനിക്കിപ്പോ രാഘവന്റെ ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ. അയ്യേ, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം. കേൾക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്ത് ചെയ്യാം, ഞാനൊരു മകനായി പോയില്ലേ? അല്ലെങ്കിൽ ചന്ദ്ര, നീ പോവുകയാണോ? നീ അത് പറയില്ലേ എന്നോട്? പറയേണ്ടതേ മറ്റാരുമല്ല, സ്വന്തം മനസാക്ഷിയാണ്. അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ, അല്ല ഓർമ്മശക്തിയെങ്കിലും ഉണ്ടാവുമല്ലോ. ഒരുപക്ഷെ രണ്ടും മരിച്ചു കാണും. വെല്ലവിധേനെ ആളെ പിടികിട്ടിയ മാമനം. ഞാൻ മാമനെ കാണാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങുകയായിരുന്നു. ഇനി രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയില്ലല്ലോ. തെരച്ചിലൊപ്പത്തിനൊപ്പമായി. നീ എന്നെ തിരക്കി 3-4 തവണ വീട്ടിൽ വന്നിട്ട് എന്നെ കണ്ടോ? അതേപോലെ 2 ദിവസമായി നിന്നെ തിരക്കി ഞാനും നടക്കുന്നു. കണ്ടോ? അട്ടെ, നിന്റെ അച്ഛനെവിടെ? അകത്തോട്ട് വിളിക്കണം. വേണ്ട, നിക്കേ ഇവിടെ ഒന്ന് ഇരുന്നേ. ഓ, നിനക്ക് ജോലിയൊക്കെ കിട്ടിയിട്ട് ആദ്യമായിട്ടൊന്ന് കാണുകയല്ലേ? കൊള്ളാം കേട്ടോടാ. ഞാൻ ഇത്തവണ നാട്ടിൽ വന്നതേ മാമനെ കാണാൻ വേണ്ടിയില്ല. നിന്റെ ജോലി സ്ഥലമൊക്കെ എങ്ങനെ? നല്ല നാട്ടുകാർ, കൂട്ടുജോലിക്കാരും കൊള്ളാം. കൊള്ളാം. നിന്റെ ഒരു സ്വഭാവത്തിന് എവിടെ ചെന്നാലും വിഷമിക്കാതെ പോകുമെന്ന് എനിക്കറിയാം. സന്തോഷമായിട്ടാണ് ഞാൻ 4-5 തവണ അങ്ങോട്ട് വന്നത് മാമനെ കാണാൻ വേണ്ടി മാത്രമല്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? കാണാനും കേൾക്കാനും സംസാരിക്കാനും പിന്നെ വല്ല കഴിക്കാനും. ഏത്? അതെല്ലാം പതിവ് കാര്യം.
അതിന് മാത്രമല്ല ഞാൻ വന്നത്. എനിക്ക് ചിലതൊക്കെ അറിയണമെന്നുണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഏതോ മലമുറിക്കുന്ന കാര്യമാണ്. നിനക്ക് ചോദിച്ചൂടെ? ഞാൻ പറയത്തില്ലയോ? സ്നേഹവും വാത്സല്യവുമാണ് മാമൻ എനിക്ക് ഇതുവരെ തന്നിട്ടുള്ളത്. അതേ ഉള്ളൂ കുഞ്ഞ് എൻ്റെ പക്കൽ ഇനി നിനക്ക് തരാൻ. മാമൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. മനസ്സ് കിടന്ന് ആടുന്നത് കൊണ്ട് ചോദിച്ചു പോവുകയാണ്. പക്ഷെ മാമൻ എനിക്ക് ഉറപ്പ് തരണം, ഞാൻ ചോദിക്കുന്നതിന് പതിരില്ലാതെ നേര് മാത്രമേ മറുപടി പറയുന്നു. മുൻ അനുഭവം വല്ലതും ഉണ്ടോ കുഞ്ഞിന് മറിച്ച് ചിന്തിക്കാൻ? ഒരിക്കലുമില്ല. തല പോകുന്ന കാര്യമായാലും തുറന്നടിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ എപ്പോഴും എന്നും. ഡാ, നിന്റെ അച്ഛനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. ഒരു പാത്രത്തിൽ ഉണ്ട് കഴിഞ്ഞവരാണെങ്കിലും മുഖത്തടിച്ച പോലെ അയാളോട് നേര് പറഞ്ഞ് എന്തുമാത്രം അയാളെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന്. ഒരിക്കൽ മനസ്സറിഞ്ഞൊരു കള്ളം പറഞ്ഞു. അതേത് സത്യത്തെക്കാൾ വലുതാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നടാ. ഇതെനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഓടി മാമൻ്റെ അടുത്ത് തന്നെ വന്നത്. വീർപ്പ് മുട്ടി തകരാറായിരിക്കുകയാണ് മാമ. ഞാൻ എനിക്ക് ചോദിച്ചേ തീരാ. ഈ പ്രദക്ഷിണം വെപ്പിന്തിനാണ്? അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയത്തില്ലേ? സത്യമായിട്ട് മാമൻ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചോദിക്കൂ. പിന്നെ എന്തിനീ ബുദ്ധിമുട്ട്? എനിക്കറിയേണ്ടത് എൻ്റെ അമ്മയെ കുറിച്ചാണ്. ആര്? പാർവതിയെ കുറിച്ചോ? എന്തുവാടാ നിനക്ക് ഇത്രയ്ക്ക് അവരെ കുറിച്ച് അറിയാൻ? എന്റെ അമ്മ എന്ന് പറയുമ്പോൾ മനസ്സിലാകാതെയാണോ മാമൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഓ, നിന്റെ മരിച്ചുപോയ അമ്മ. എടാ, ഇപ്പോ അമ്മ എന്ന് പറയുമ്പോ പാർവതിയുടെ മുഖമല്ലേ നമുക്ക് ഓർക്കാൻ പറ്റത്തുള്ളൂ. മരിച്ചവരുടെ കാര്യം മരിച്ചപ്പോഴേ കഴിഞ്ഞു അല്ലേ അമ്മ? കൊള്ളാം, മിടുക്കൻ. സങ്കടമുണ്ടടാ അങ്ങനെ ചിന്തിച്ച. ഓർക്കുമ്പോഴെല്ലാം മനസ്സിടിഞ്ഞ് താഴുന്ന പോലെ തോന്നും. നിന്നെയും മാധവിയും കാണുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ സാധു സ്ത്രീയുടെ മുഖം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും. എന്റെ അമ്മ എങ്ങനെ മരിച്ചു മാമ? എന്ത് കാരണം കൊണ്ട് മരിച്ചു? മറ്റെല്ലാവരെയും പോലെ ദീനം പിടിച്ച് മരിച്ചു, അത്രേ ഉള്ളൂ. മാമന്റെ മുമ്പിൽ ഞാൻ ഇന്ന് കുട്ടി തന്നെ. പക്ഷേ പാലുകുടി മാറാത്ത കുഞ്ഞിനെ പോലെ ഇനിയും എന്നെ കാണണം. സംഭവിച്ചല്ലേ പറയാൻ ഒക്കൂ ആരുടെ അടുത്തും. പലരും പറഞ്ഞ 1000 തവണ കേട്ടത് ഒരിക്കൽ കൂടി കേൾക്കാനല്ല ഞാൻ മാമന്റെ അടുത്ത് വന്നത്. ഞങ്ങളുടെ താങ്ങും തണലുമാണ് മാമൻ. മാമൻ അറിയാത്ത ഒരു നിസ്സാര സംഭവം പോലും ഈ വീട്ടിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ടാണ് ഇവിടെ നടന്ന കൊല്ലാക്കൊല കെട്ടിപ്പൊതിയാൻ നോക്കുന്നത്. കൊല്ലാക്കൊലി? എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്? നാം അനക്കിയ നേര് മാത്രമല്ലേ പറയൂ മാമൻ. പറയണം മാമ. അച്ഛന്റെ ക്രൂരതയും സ്നേഹശൂന്യതയും താങ്ങാനാവാതെ ഹൃദയം തകർന്നല്ലേ എന്റെ അമ്മ മരിച്ചത്. അവിടെ വരെ എത്തിയോ കാര്യങ്ങൾ? നിനക്ക് സുബോധം നഷ്ടപ്പെട്ടു. ആരെങ്കിലും പറയുന്നത് കേട്ട് എനിക്ക് വിശ്വസിച്ച് വന്നിരിക്കല്ലേ? അതനുസരിച്ച് ഏറാമുള ആളെയും തിരക്കി. മറ്റൊന്നും വേണ്ട, ഞാൻ ചോദിച്ചെനിക്ക് സമാധാനം പറഞ്ഞൂടെ? അതെങ്ങനെ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയോ? ഞാനൊരു ഡോക്ടറാണ്. ലക്ഷ്മിയമ്മയുടെ ദീനം തിരുതില്ലം പറയാൻ ഉപേക്ഷയോ സ്നേഹക്കുറവോ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല. സ്വന്തം കക്ഷി എങ്ങനെയെങ്കിലും വാദിച്ച് ജയിപ്പിക്കുന്ന വക്കീലാവുകയാണ് മാമൻ. കുറ്റ ചങ്ങാതിയല്ലേ, എങ്ങനെ വാദിക്കാതിരിക്കും? എന്തു വേണേലും പറഞ്ഞ് പരിഹസിച്ചോ? ഞാൻ വാദിച്ചിട്ടുണ്ട് അയാൾക്ക് വേണ്ടി. ഒരു വക്കീലായിട്ടല്ല, ഒരു പ്രതിയുടെ സ്ഥാനത്ത് നിന്ന്. ഞാനും എന്തൊക്കെയോ പറഞ്ഞു പോകും. സങ്കടവും ദുരിതവും കൊണ്ട് ആരെങ്കിലും ഹൃദയം പൊട്ടി മരിക്കുമെങ്കിൽ ആദ്യം മരിക്കേണ്ടതിന്റെ അച്ഛനാണ്. പിന്നെ സ്വന്തം ഭാര്യ 2 കൊല്ലം പടന്തടിയെടുത്ത് കിടന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നാത്തവന്റെ ഹൃദയം അങ്ങ് മരവിച്ചു പോകും പോലും. നീ എന്തറിഞ്ഞു? ഇങ്ങോട്ട് നോക്കേ. അരുതേന്ന് മനസ്സും ഹൃദയവും ഒരുപോലെ വിലക്കിയ വിവാഹബന്ധം. ആ വിവാഹത്തിന് ശേഷം തരിശുനിലം പോലെയാണ് ജീവിച്ച ജീവിതം. പ്രാണനിട്ട് അയാൾ നിലംപതിക്കാത്തതല്ലേ മോനെ അത്ഭുതം. അപ്പോൾ അച്ഛൻ ആ വിവാഹ ബന്ധമേ ഇഷ്ടമായിരുന്നില്ല. ഒരു കാര്യം മനസ്സ് പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മ. അത് ഞാൻ ആദ്യം കേൾക്കുകയാണ്. ധരിച്ചതിനേക്കാൾ എത്രയോ വലുതാണ് സത്യം. ഗോവിന്ദൻ വെറുത്തത് ആ വിവാഹബന്ധമാണ്. ലക്ഷ്മിയമ്മയുടെ അയാൾക്ക് യാതൊരു വിരോധവും ഉണ്ടായിരുന്നില്ല. മാവിനോടാണ് വെറുപ്പ്, മാങ്ങയോടല്ല. കുട്ടിക്കാലത്ത് കുറച്ചധികം കടങ്കഥകൾ മാമൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇനിയും വേണോ? കടങ്കഥ കേൾക്കുന്നത് കുട്ടിക്കാലത്ത്. ജീവിതമേ കടങ്കഥയാകുന്ന ജീവിച്ചു നോക്കുമ്പോഴല്ലേ. എന്നെ തന്നെ നോക്കുക. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു എൻ്റെ വിവാഹബന്ധം. പറഞ്ഞിട്ടെന്ത് ഫലം? സുമനസാല എൻ്റെ ഉദ്യോഗം ഞാൻ വേണ്ടെന്ന് വെച്ചപ്പോൾ ഒരൊറ്റ കാരണമുണ്ട്. അന്ന് വരെ എന്നെ സ്നേഹം കൊണ്ട് വീർപ്പിടിച്ചിട്ട് എൻ്റെ ഭാര്യയാണ് എന്നേക്കുമായി എന്നെ വിട്ടു പിരിഞ്ഞു പോയി.
അപ്പൊ അവൾ സ്നേഹിച്ചത് ആരെയാണ്? എന്നെ, എന്റെ ഉദ്യോഗത്തെയോ അതോ എന്റെ പണത്തെയോ? എന്തൊരന്തരം! കയ്യൽപ്പം പൊള്ളിയെന്ന് കണ്ടപ്പോ പിണങ്ങി ഇറങ്ങിപ്പോയ മാമി, ഏത് തീയും തിന്ന് അതിൽ തന്നെ എരിഞ്ഞടങ്ങി എന്റെ അമ്മയും. ആ രണ്ടു പേരുകളും ഒരേ നാവ് കൊണ്ട് ഉച്ചരിക്കാതെ കുഞ്ഞെ. ഒരു പഞ്ചപാവമായിരുന്നു എന്റെ അമ്മ. എന്തൊരടക്കവും ഒതുക്കവും. ഭർത്താവ് കാണപ്പെട്ട ദൈവമായിരുന്നു അവർക്ക്. എന്നിട്ട് ആ കാണപ്പെട്ട ദൈവമാണ് ചാകട്ടെ എന്ന് കരുതി അവർ ഒറ്റയ്ക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞതല്ലേ? മരിക്കും മുമ്പ് ഒരു നോക്ക് കാണാൻ കൊതിച്ച് ആളയച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കൂട്ടാക്കാത്തത്. ആ ഒരു തെറ്റിന് അയാളെ ഞാൻ എന്തുമാത്രം ശാസിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? കൂടിയ കുടുംബത്തിൽ വിളിച്ചു കയറ്റി വലിയവനാക്കാൻ ശ്രമിച്ച കുടുംബക്കാരെ അയാൾ എതിർത്ത് നിന്നപ്പോഴെല്ലാം കുടുംബകലഹം ഉണ്ടാകേണ്ടെന്ന് കരുതി മാത്രം അയാളെ വിവാഹത്തിന് നിർബന്ധിച്ചു. അയാൾ പോയി വിവാഹം കഴിച്ചു. പിന്നീട് സംഭവിച്ചതെല്ലാം വിധിയെന്നല്ലാതെ എന്താ അവനെ പറയും? വിധി പോലും വിധി. മാമന്റെ അപേക്ഷയും നിർബന്ധവും വകവയ്ക്കാത്തത് മറ്റൊരുത്തിയുടെ തൊലിവെളുപ്പ് കണ്ട് മയങ്ങിപ്പോയിട്ടല്ലേ? ആ നീചത്തരത്തിന്റെ ദുർഗന്ധം ഏത് കസ്തൂരി പൂശിയാൽ മായും. എന്ത് അസംബന്ധവും വിളിച്ചു പറയും? ആര് പറഞ്ഞു നിന്നോട് ഈ നുണക്കഥകളൊക്കെ? അതറിയാവുന്നവരുടെ അടുത്തേക്ക് ദൈവം എന്നെ അടിച്ചു പായിച്ചു. നീയല്ല, നിന്നെ അടിച്ചു പായിച്ച ദൈവം പറഞ്ഞാൽ പോലും ഞാനിത് വിശ്വസിക്കില്ല. പാർവതി അമ്മ, ലക്ഷ്മി അമ്മ മരിച്ച എത്ര നാൾ ശേഷമാണ് ഇവിടെ വന്നതെന്ന് നിനക്കറിയാമോ? ആരെങ്കിലും പറയുന്ന നുണക്കഥകൾ കേട്ട് നീ എന്നെ അറിയരുത്. അമ്മ ഇങ്ങോട്ട് വന്ന കാര്യം ശരി. അച്ഛൻ അങ്ങോട്ട് പോയത് അതിനും വളരെ മുമ്പാണെങ്കിലും ഒരിക്കലുമല്ല. അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു കളയരുത്. എന്താ ഉറപ്പിച്ച് പറഞ്ഞാൽ? യാതൊരു രഹസ്യവുമല്ലേ ഞങ്ങൾ തമ്മിൽ. പാർവതി ഈ ഇങ്ങോട്ട് പോയി കൊണ്ടുവന്നത് എന്നോട് അനുവാദം ചോദിച്ചിട്ടാണ്. നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ എതിർത്തിരുന്നെങ്കിൽ അത് നടക്കുമായിരുന്നു. ഞാൻ എതിർക്കാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾ രണ്ട് അനാഥ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് മാത്രം. അങ്ങനെ ഇരട്ടപ്പാവം പിടിച്ച് തലയിൽ കയറ്റിയ മഹാനാണ് എൻ്റെ അച്ഛൻ. അങ്ങേറ്റം സ്നേഹിച്ച് രണ്ടുപേരെ ഒരുമിച്ച് വഞ്ചിച്ച വിദ്വാൻ. നാണമാകുന്ന എനിക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നത്. എന്നെ വഞ്ചിക്കാൻ എൻ്റെ ഗോവിന്ദൻ ഒരിക്കലുമില്ല. അങ്ങനെ സംഭവിച്ചാൽ തലയെടുത്ത് വെക്കും ഞാനിവിടെ. ആ വിട്ടിത്തരയോട് ആർക്ക് കാണണം? സ്വാർത്ഥ മോഹികൾക്ക് അതുകൊണ്ട് എന്ത് ലാഭം? ഒരു പുഴു കൂടി ചതഞ്ഞ് ചാകുന്നു, അത്ര തന്നെ. നീ ആയതുകൊണ്ട് ഞാനിതിന് മറുപടി പറയുന്നില്ല. നമുക്കിവിടെ നിർത്താം. പിന്നെ എനിക്ക് വേറൊന്നും ചോദിക്കാനുമില്ല. ഒരു കാര്യം സഹിക്കാൻ വയ്യാതെ പറയുക. എൻ്റെ മടിയിൽ കിടന്ന് വളർന്നവരാണ്. എൻ്റെ കാര്യം പോട്ടെ, എൻ്റെ മാതാപിതാക്കൾ, നീ അവരെ കൊല്ലാൻ ശ്രമിച്ചാൽ പോലും അവർക്ക് നിന്റെ ദുഃഖം നീ ദുഃഖിക്കുന്നവർ ഒരിക്കലും സഹിക്കില്ല മോനെ. രണ്ടക്ഷരം പഠിച്ച നീ ഇങ്ങനെ സുബോധമില്ലാതെ ജീവിതം നശിക്കും. ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചത് ഒരു കെട്ടുകഥയാണെന്ന് മനസ്സിലാക്കിയതാണ് എൻ്റെ അപരാധമെങ്കിൽ അതിനേത് ശിക്ഷയും ഞാൻ സ്വീകരിച്ചോളാം. എന്നെക്കുറിച്ച് ആരും ദുഃഖിക്കണ്ട. പിന്നെ ഞാനൊന്നും മറന്നു, മാപ്പ് ചോദിക്കും. മാമൻ വാങ്ങിത്തന്ന ഉദ്യോഗം ഞാൻ വേണ്ടെന്ന് വെച്ചു. നീ അവിടെ പോകുന്നു. എങ്ങോട്ടെങ്കിലും, ഇവിടെ വയ്യ. ഞാനും ഉണ്ട് കൂടെ. തനിച്ചായവൻ തനിച്ചു പൊയ്ക്കൊള്ളാം. ഞാനും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. കേശവല്ലേ? ഇവിടെ ഇപ്പൊ കേശവ കഞ്ഞി കുടിക്കാൻ വരണം. ഞാൻ കുടിച്ചോളാം മോളെ. എപ്പോഴേ കാലമാക്കിയ കഞ്ഞി അച്ഛൻ വിളിക്കാൻ കുടിക്കണം. നേരെ ഒരുപാടായില്ലേ? എനിക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? നീ ഇതൊക്കെ കുടിച്ചോ? അച്ഛൻ കുടിക്കാതെയോ? ചന്ദ്രൻ കുടിച്ചോ? ചേട്ടന് വേണ്ടെന്ന് പറഞ്ഞു. അത് ചേട്ടൻ പുറത്തു പോയപ്പോ കാപ്പി കുടിച്ചിരിക്കും. അച്ഛൻ എണീക്കണം. വരാം മോളെ, കുടിക്കാം. എനിക്ക് വേണ്ടിയിട്ടല്ല, നീ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഞാനൊരു അപ്പം കഴിക്കും. അച്ഛൻ ഇങ്ങനെ ഒരിടത്ത് തന്നെ ആണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് വിശപ്പില്ലാത്തത്. അച്ഛനത് ഈ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് സഞ്ചരിച്ചൂടെ? എപ്പോഴും മുനിയെ പോലെ ഇതിനകത്ത് കഴിയണ്ട. നല്ല കാര്യമുണ്ടോ അച്ഛൻ? സുഖമില്ലാത്തോണ്ടല്ലേ മോളെ? സുഖമില്ലെന്ന് ആര് പറഞ്ഞു?
വല്ല സൂക്കേട് ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ കാരണം ഈ അടയിരിപ്പാണ്. നോക്കിക്കോളണം, ഞാൻ അച്ഛനെ മുറ്റത്തിന് 10 വല തോടിക്കുന്നുണ്ട് എന്നും രാവിലെ. അസുഖമില്ലാത്തത് കൊണ്ടാണോ നിന്റെ അമ്മ എന്നെ ഈ കഷായമായ കഷായാത്രയും കുടിപ്പിക്കുന്നത്? ഇങ്ങനെ മറ്റുള്ളവരെ കഷായം കുടിപ്പിക്കുന്ന ആളാണെങ്കിലോ എത്ര കടുത്ത ദീനം വന്നാലും ഒറ്റ മരുന്ന് കഴിക്കില്ല. അതാണ് രസം. എന്നാ സൂക്കേടാണെന്ന് വെളിയും വേണ്ടോ? അതും ഇല്ല. കാശ് ചെലവായി പോകുന്നതായിരിക്കും പേടി. എന്നാ എനിക്കോ അച്ഛനോ ചേട്ടനോ ഒരു ജലദോഷം വന്നാ മതി, തുടങ്ങും അമ്മയുടെ ചികിത്സ. പിന്നെ കഷായമായി അരിഷ്ടമായി ബഹളത്തോട് ബഹളം. അതിരിക്കട്ടെ, നീ മുമ്പ് എന്നോട് പന്തയം കെട്ടിയ കാര്യം എന്തായി? ഓ, അമ്മ കുളിക്കാൻ കൊണ്ടുപോകാൻ ചെയ്യുന്ന കാര്യം. ആ. ഓ, ഞാൻ തോറ്റച്ചാ, തോറ്റു. ഉച്ചയ്ക്കാകട്ടെ എന്ന് പറയും കാലത്ത്, ഉച്ചയ്ക്ക് പറയും വൈകിട്ടാകട്ടെ, പിന്നെ അത് രാത്രി എന്നോ. ഇനി ഒരു പണിയേ ഉള്ളൂ, അത് പറ്റും. എന്താണ് ആ ബ്രഹ്മാസ്ത്രം? ചേട്ടൻ മുമ്പ് ഒരിക്കൽ പരീക്ഷിച്ച് ജയിച്ചതാ. ഒരു ദിവസം ചേട്ടൻ പറഞ്ഞു, അമ്മ സമയത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ചേട്ടനും കഴിക്കില്ല. ആദ്യം നേരം പോക്കാണെന്ന് കരുതി അമ്മ. പിന്നെ എത്ര വിളിച്ചിട്ടും അമ്മ ചേട്ടൻ ഒന്നും കഴിക്കാതെ ഒരേ ഒരു ഇരിപ്പ്. അമ്മ ഏസു വെച്ചു പോയി. പിന്നെ അമ്മയും മോനും കൂടെ ഒന്നിച്ചിരുന്ന് അങ്ങ് ഉണ്ട്. ആ പണി തന്നെ ഞാനും പയറ്റും. അതാണെങ്കിൽ ചിലപ്പോ ഏറ്റൊന്ന് വരും. ഇപ്പൊ തന്നെ ഈ വേണ്ടാത്ത കഞ്ഞി ഞാൻ കുടിക്കാമെന്ന് വെച്ചതെന്താ? നിന്റെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം പയന്നിട്ടല്ലേ? നമ്മളിങ്ങനെ അമ്മയെ പറ്റി ഓരോ നേരം പോക്ക് പറയുന്നു. പക്ഷേ എന്ത് കഷ്ടമാണ് അച്ഛൻ അമ്മയുടെ കാര്യം. എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്ന 100 രൂപ പെൻഷൻ കൊണ്ട് ഒരു വീട് സന്ധിച്ചു പോകണ്ടേ? ചേട്ടൻ്റെ ശമ്പളം ചേട്ടന് കഴിഞ്ഞുകൂടാനല്ലേ ഉള്ളൂ. എന്നാലും എന്തിനെങ്കിലും ഒരു കുറവുണ്ടോ ഇവിടെ? ഉള്ളത് കൊണ്ട് പരിപാലിക്കാൻ എന്തൊരു വൈഭവം. എല്ലായിടത്തും ചെല്ലും ആ കണ്ണ്. അല്ല, അച്ഛനിതൊക്കെ എങ്ങനെ അറിയാൻ? പെൻഷൻ വാങ്ങിച്ച് കൈ കൊടുത്താ പിന്നെ ഒന്നും നോക്കാത്ത പുള്ളിയല്ലേ? അമ്മയുടെ കൂടെ കൂടി മോളും അങ്ങ് വലിയ ഗ്രഹസ്ഥയായല്ലോ. വാ വാ, നമുക്ക് പോയി കഞ്ഞി കുടിക്കാം. അതല്ലെങ്കിൽ അടുത്ത ആളിപ്പം വരും. അപ്പോൾ കഞ്ഞി മാത്രമല്ല, ഞാൻ കഷായവും കൂടെ കുടിക്കേണ്ടി വരും. കൊണ്ട് ഇനി ആർക്കും ഉണ്ടാവില്ല ശല്യം. ഇത്രയും നാൾ ശല്യപ്പെടുത്തി അങ്ങ് സഹിച്ചേക്കണം, മനസ്സുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വേണ്ട. എത്രാമത്തെ തവണയാണടാ നിന്റെ ഈ പൂച്ചുറാളം? നല്ല വിലയുമുണ്ട് നിന്റെ ഈ പറച്ചിലിന്. വേല ഞാനിത് പറഞ്ഞ് കേൾക്കേണ്ടി വരില്ല. ഓ, അപ്പൊ ഇനി എന്തിനാണാവോ പാവം? എടാ, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? വീട്ടിലിരിക്കുന്നവർക്ക് പേരുദോഷം കേൾപ്പിക്കാനല്ലാതെ. പേരുദോഷത്തിന്റെ കുത്തകയൊക്കെ എനിക്ക് ഒന്ന് ഇറങ്ങി അന്വേഷിച്ചാൽ അറിയാം അതിന് ഉത്തരവാദികൾ ആരാണ്. നിന്നെ പോലെ കണ്ടണം കാണിയായി തെണ്ടിത്തിരിയല്ല മറ്റുള്ളവരുടെ ജോലി. എങ്ങും ഇറങ്ങാതെ മാന്യത ചമഞ്ഞ് ഈ വീട്ടിനകത്തോട്ട് കയറി ഇരുന്നേച്ചാ മതി. നാട്ടുകാർ കൈവട്ടി ചിരിക്കുന്ന കേൾക്കണ്ടല്ലോ. ജോലി ഉരിയുന്നത് കേൾക്കുന്നവന്റെ. എടാ, വല്ലോരും ഇല്ലാത്തതും കൊല്ലാത്തതും കിത്തിരിച്ചുണ്ടാക്കി ചെലച്ചോണ്ടിരുന്ന ഇവിടെ ആർക്കുമില്ല നഷ്ടം നോർത്തം. എല്ലാം ഒന്ന് മിണ്ടിപ്പോകുന്നവർക്കാ പഴി. അഭിമാനം കെട്ട് ജീവിക്കാം, യാതൊരു കൂസലും ഇല്ല. ഈ പറയുന്ന നിനക്ക് ഏത് അഭിമാനമാടാ? അഭിമാനിക്കാൻ നിനക്ക് എന്തുണ്ട്? നോക്ക്, നിന്റെ കൂടെ പഠിച്ച ആൺകുച്ചുങ്ങളൊക്കെ ഇന്ന് എവിടം വരെ എത്തി. നീയോ കള്ളക്കാള ഉഴവടിക്കും പോലെ കുറെ കാലം പള്ളിക്കൂടത്തിൽ കയറി ഇറങ്ങി അവസാനം കെട്ടൂരി പുറത്തെ അടിയവനല്ലേ? കണ്ടവർക്ക് കഞ്ഞി വെച്ച് കൊടുത്ത് ഇവിടുത്തെ വേലക്കാരിയാക്കിയിരുന്ന അമ്മയുടെ അഭിമാനത്തെക്കാൾ ഭേദം തന്നെ. സമ്മതിച്ചു, ഞാൻ വേലക്കാരി തന്നെ. പക്ഷേ ഞാൻ വേല ചെയ്ത് എന്തെങ്കിലും കഴിക്കും. നീയോ? ഞാൻ നോക്കട്ടെ വേല ചെയ്ത് ജീവിക്കാം. പക്ഷെ ഞാൻ വേലയ്ക്ക് പോയാലേ വേലക്കാരൻ തന്നെ ആയിരിക്കും. ആരെന്നൊരു മേൽവിലാസം നെറ്റിയിൽ എഴുതി പറ്റിച്ച് ഇവിടുത്തെ വിടുപണി ചെയ്യുന്ന അമ്മയെ പോലെ രണ്ടും കെട്ടവനാവൂല. നല്ലത്. ഇപ്പോഴത്തെ ഈ തെണ്ടിത്തിരിയലിനേക്കാളും നിനക്ക് അങ്ങനെ ഒരു ബുദ്ധി ഉദിച്ചാ അതാണ് നല്ലത്. നോക്ക്, നീ ഈ പറയുന്നത് വീൺവാക്കല്ലെങ്കിൽ ആ ചന്ദ്രന് ജോലി വാങ്ങിച്ചു കൊടുത്തതുപോലെ പിള്ളച്ചേട്ടൻ വിചാരിച്ചാൽ നിനക്കും എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ചേരാൻ പറ്റും. പട്ടികളെ ഉണ്ടായിത്തന്നെ ജോലി.
അമ്മ അയാളെ ചേർത്ത ആളുകൾ അത് ഇത് പുച്ഛം പുച്ഛം പറയുന്ന പോരാട്ടാണ്. അയാൾ ഉണ്ടാക്കി തരുന്ന ഒരു ജോലി. ഛീ, നിർത്ത്. ഒരു കാലത്ത് ഗുണം പിടിക്കാത്ത വർത്തമാനം പറയുന്നോടാ. നിങ്ങൾക്കൊക്കെ അയാൾ വലിയൊരു എടുത്ത് തലേ വെച്ചോണം. കണ്ടാലുടനെ കഷ്ടം, നീ ഇങ്ങനെ നശിച്ചവനായി പോയതൊന്ന് മട്ടും പാവെടുത്താൽ എങ്ങനെ സഹിക്കും? പോരാത്തതിന് നിന്റെ ചേട്ടനെ കണ്ടുപിടിച്ച് അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് 3 ചക്ക മുള്ളാട് വീഴുമ്പോ എന്നെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടുള്ള വർത്തമാനം കലി വരും. അത് കേൾക്കുമ്പോ അത്രക്കാരുടെ സഹായം പറ്റുന്ന മനസ്സുമുട്ടുണ്ടോ? ഗതികേടുണ്ടോ? എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിർത്ത് മഹാഭാവി. നിനക്ക് എന്തെങ്കിലും ഒരു ഗതി കിട്ടണമെങ്കിൽ ഓടിച്ചെന്ന പിള്ളച്ചേട്ടന്റെ കാൽക്കൽ വീണ് മോപ്പിരക്കട. നിനക്കറിയാമോ, ദാ ഈ വീട് തലയും കുത്തി വീഴാൻ പോയ കാലത്ത് അത് താങ്ങി പിടിച്ചത് ആരുടെ കൈകളാണെന്ന്? ചരിത്രവും ഭൂമിശാസ്ത്രവും ഞാൻ എന്തിന് അന്വേഷിക്കണം? ഈ വീട് തലയും കുത്തി വീഴാൻ പോയെന്ന് അതും വേണ്ട, ഇതൊരു വീടാണെന്ന് തോന്നിയിട്ട് വേണ്ടേ വീഴാൻ പോയതും ഊന്ന് കൊടുത്തതും ഒക്കെ തിരക്കാൻ? നിനക്ക് വീടെന്തെന്ന് അറിയുന്നവരല്ലേ അതിന്റെ വില അറിയുള്ളൂ. നിന്റെ വീട് നാട്ടുവഴിയും ചന്തപ്പുറവുമല്ലേ. ഞാൻ എപ്പോഴും ഈ വീട്ടിൽ കുത്തിയിരിക്കാത്ത നിങ്ങളെ കണ്ണിലൊരു കുറ്റം. എങ്ങനെ ഇരിക്കണം ഈ വീട്ടിൽ? ഹരനാടിക തികച്ച് ഇവിടുത്തെ വേറ്റ് കൃത്യം കണ്ടോണ്ട് സാക്ഷാൽ മക്കളും ഇമിറ്റേഷൻ മക്കളും ഒക്കെ ഉള്ള വീടല്ലേ. ഈ മുൾക്കുഴിന്ന് തലയും വലിച്ച് പുറത്തോട്ട് ചാടിയല്ലോ. ചെണ്ടി എന്നും വായി നോക്കിന്ന് മാറാപ്പേരും അടുത്തു. ഇനി ഇതെനിക്ക് സഹിക്കാൻ വയ്യ. അപ്പം ഇവിടെ വേറെ 2 കുട്ടികളുള്ളതാണ് നിനക്ക് പ്രശ്നം. ശരിയാണ്, നീ എങ്ങനെ ആ അമ്മയില്ലാത്ത കുട്ടികളെ പോലെ ആകും? അത് ഗ്രഹിക്കാൻ തിരിച്ചറിവ് വേണം. ഇതാ നോക്ക്, ഇതും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് ചാടി പുറപ്പെട്ട ഇവിടെ എള്ളോളം ഛേദമില്ല ആർക്കും ഓർത്തോ. അതിൽ എനിക്ക് സംശയമേ ഇല്ലമ്മേ. സ്നേഹമുള്ളിടത്തല്ലേ ഛേദവും വേദനയും തോന്നും. ഞാൻ അനുഭവിച്ചറിഞ്ഞതല്ലേ. അനുഭവിച്ചതൊന്നും മനസ്സിൽ വെച്ചാ മതി. മനസ്സിൽ കൊള്ളാതെ എന്റെ അമ്മ ഒരു നിമിഷം ലാളിച്ചിട്ടുണ്ടോ? സാക്ഷാൽ മക്കൾക്കും അച്ഛനും ചോറും, എനിക്ക് കഞ്ഞി, ഏലക്കാരി തള്ളയ്ക്ക് ചീരിപ്പുഴുക്കും വെള്ളവും. ഇതല്ലേ ഇവിടുത്തെ പതിവ്. ഒരു നല്ല തുണി അച്ഛനമ്മ വാങ്ങിച്ചു നീ ഉടുത്തിട്ടുണ്ടോ? പഠിച്ചില്ല പോലും. എന്തും കുന്നും പാടുന്ന പല്ലവി എങ്ങനെ പഠിക്കണം? ഈ പക്ഷാഭേദം കണ്ട് നീറുന്ന മനസ്സൊന്ന് നേരെ നിന്നിട്ട് വേണ്ടേ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ? ഞാനൊരു അമ്മയായിട്ടാണ് ഈ വീട്ടിൽ വന്നത്. എന്നെ അമ്മയെന്ന് ആദ്യം വിളിച്ചതും അവരാണ്. അവർ കഴിഞ്ഞിട്ടേ എനിക്ക് ആരുമുള്ളൂ ഈ ജന്മത്ത്. അതുപോലെ തന്നെ അവരുടെ അച്ഛനും. ഇങ്ങനെ കോരിക്കുളിച്ച് പറയുന്ന ചെല്ലപ്പിള്ളകളില്ലേ, അവർക്കുണ്ട് അമ്മയെ വിചാരം. എങ്ങാണ്ടെന്ന് ഒരുത്തി അവർക്ക് ഇഞ്ചറുള്ള നിർത്തിയിരിക്കുന്നു. പിന്നെ അവരുടെ അച്ഛൻ 4 ആളുടെ മുമ്പിൽ വെച്ച് പലകയിലിരുന്ന് അന്തസ്സായി ഉണ്ടായ പൊന്നുമക്കളെ പരിചയിക്കാൻ ഒരു പെണ്ണും പിള്ളെ മേലാച്ചിക്കൊണ്ടൊന്നാക്കിയിരിക്കുന്നു. ഇതുവെല്ലാം ഉണ്ട് ഈ പേട്ട തലേ കയറുന്നു. ആ മനുഷ്യൻ ഒരു അല്പ സ്നേഹം അമ്മയോട് ഉണ്ടായിരുന്നെങ്കിൽ അമ്മ നൊന്ത് പ്രസവിച്ച മകനെ ഇത്ര അലക്ഷ്യമായി കരുതോ? എടാ, അത് ഞാനങ്ങ് സഹിച്ചു. എൻ്റെ മാറത്ത് പറ്റിച്ചേർന്ന് കിടന്നിരുന്ന ആ കുഞ്ഞുങ്ങളുടെ ചങ്കിടിപ്പ് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കറിയാൻ കഴിയും? പിന്നെ ഞാൻ വന്നതും നിന്നതും അത് മറ്റാർക്കും കാര്യമില്ല. 2 പേർക്ക് മാത്രം അറിയാം അതിൻ്റെ നേര്. ഈശ്വരൻ അറിഞ്ഞോളും. ആരും കാണില്ല കണ്ണിന്ന് ചാടുന്ന ചോര തുളയ്ക്കാൻ. വെള്ളത്തിലെ താമര പോലെ നമ്മ വളർത്തുന്ന ചെല്ലപ്പിള്ളകളില്ലേ, ആ കൂടിയ പഠിത്തക്കാരനും ആ ശീയോദിപ്പങ്ങളും അവരുടെ പുറംപൂച്ചിലും ചക്രവാക്കിലും മയങ്ങി അമ്മ മാഞ്ഞുപോയി. നാളെ അവർ തന്തയുടെ മുന്നിലിട്ട് തട്ടി ഉരുട്ടി ചവിട്ടി തേക്കുന്ന കണ്ടേ ഈ തലയ്ക്ക് വെളിവുണ്ടാവും. അത് കാണാൻ ഞാൻ നിൽക്കില്ല. അതിനാണ് വിധിയെങ്കിൽ വിധിച്ചതെല്ലാം ഇതുവരെ അനുഭവിച്ചില്ലേ, അതുപോലെ തന്നെ നാളെ വിധിയും മതിയുണ്ടമ്മേ മനുഷ്യന്. അമ്മയ്ക്ക് ഇതുവരെ അമ്മയുടെ ചോരയിൽ ജനിച്ച മകനെ തിരിച്ചറിയാൻ കഴിയാതെ വീണ്ടും വീഴ്വാക്ക് പറയുന്നോടാ. ഈ കൊക്കിൽ ജീവനുള്ള കാലം വരെ ഞാൻ അവരുടെ അമ്മയായിരിക്കും, അവരെൻ്റെ മക്കളും. നോക്ക്, നീ എന്നെ ഇക്കാര്യത്തിൽ ഗുണദോഷിക്കാൻ വരണ്ട. എന്നാ ഇങ്ങനെ ഒരുത്തനെ പെറ്റടിച്ചെന്ന് അമ്മ കരുതണ്ട. വേണ്ട, ഞാൻ മരിച്ചാലും നീ എന്നെ കാണാൻ വരണ്ട. വരണ്ട. വരില്ല, വരില്ല. രാഘവ, ഒന്ന് നിൽക്ക്. ഒരു വാക്ക്. എന്ത് വേണം?
ഞാൻ നിന്നെ പലപ്പോഴും പലതും പറഞ്ഞ് ഉപദേശിച്ചിട്ടുണ്ട്. ഒരാൾ മാത്രമല്ലല്ലോ, ഇവിടെ പഞ്ഞമില്ലാത്ത ഉപദേശത്തിനല്ലേ. എന്നിട്ട് എന്തായി? ഒരു ചുക്കുമില്ല. ഞാൻ ചെയ്തതേ തെറ്റ്. നീ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാൻ എന്തോന്ന്? സ്വന്തം തകരാറ് മറച്ച് യോഗ്യത ഭാവിക്കാൻ ലോകത്തേക്കും വെച്ച് ഏറ്റവും വില കുറഞ്ഞ ചില ഉപദേശപ്പണികളായി ചിലർ ഇറങ്ങും. ആ കേശവൻ മാമനുണ്ടല്ലോ, എന്തെന്ത് ഉപദേശമാണ് കാണുമ്പോ ആരെയും ഗുണദോഷപ്പെടുത്തി അടങ്ങും തോന്നും. അയാളുടെ മട്ടും ഭാവം കണ്ട. എന്നിട്ട് എന്തായി? ഉപദേശം കേട്ട് പൊറുതി മുട്ടി അയാളെ പെണ്ണുപിള്ള കളഞ്ഞേച്ചങ്ങ് പോയി. അയാളുടെ പ്രിയ ശിഷ്യനല്ലേ, കുറെ ഉപദേശിച്ചു പോകും. ഞാൻ ചെയ്തതേ തെറ്റ്. നീ എന്നോട് ക്ഷമിക്കണം. നീയാണ് എന്നെ ഉപദേശിക്കാൻ അർഹൻ. എന്താ മോശക്കാരനാണെന്ന് കരുതി കളിയാക്കിയാണ്? ഞാനൊന്ന് പറഞ്ഞേക്കാം, ഏത് ഉപദേശവും ഞാൻ തമാശയായി കരുതി കേട്ടെന്നിരിക്കും. പക്ഷെ എന്നെ കളിയാക്കിയുണ്ടല്ലോ, എൻ്റെ വിധം അങ്ങ് മാറും. നിന്നെ രാഘവ, നീ മനസ്സിലാക്ക, ഞാൻ എൻ്റെ ഉള്ളിലുള്ളത് അതേപടി പറയുകയാണ്. നീയാണ് എന്നെ ഉപദേശിക്കാൻ അർഹൻ. ഞാൻ ചെയ്താത്തത് ചെയ്തു. എന്താ പിച്ചുണ്ടോ തലയ്ക്ക്? എന്നെ കൂടെ പിടിച്ച് ഉപദേശിയാക്കി കളയാമെന്നായിരിക്കും. യോ വിട്ടേരം, ഞാനൊന്ന് രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. നീ എങ്ങോട്ട് പോകുന്നു? അതിപ്പോ അറിയണ്ട. പിന്നെ പിരിയെന്നുമ്പോ ഒന്ന് പറഞ്ഞോട്ടെ. വെറും ജഡം മാത്രമാവുമ്പോ ഒന്ന് പരസ്യം ചെയ്തേക്കണം പത്രത്തിൽ. അപ്പൊ ഞാൻ വന്നോളാം. അതെങ്കിലും എനിക്ക് വേണം. രാഘവ, ചന്ദ്ര വന്നുകൂടെ കഴിക്കും. കഴിച്ചതുകൊണ്ട് മതിയായി. എന്തിനിങ്ങനെ വലിക്കുന്നു കുഞ്ഞെ? മനസ്സിലിരുന്ന് തേങ്ങുന്നത് പുറത്ത് പറയരുത്. ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു. ചോദിക്കാനുള്ളത് എനിക്കാണ്. ചോദിക്കും മോനെ, നിനക്ക് എന്തും എൻ്റെ അടുത്ത് ചോദിച്ചൂടെ? എന്ത് ചെയ്യാം? മര്യാദ കരുതി മാത്രം ഞാൻ ചോദിക്കുന്നില്ല. ഈശ്വരൻ ചോദിച്ചോളൂ. ഈശ്വരനെ സാക്ഷി നിർത്തി മാത്രമേ ഞാൻ ഇന്ന് വരെ ജീവിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ജീവിച്ചു എന്ന് പറയാതിരിക്കാനും ഭേദം. നീ എന്തറിഞ്ഞു കുഞ്ഞെ? പാവം. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നീ എന്നോട് ഇങ്ങനെ പെരുമാറുമെന്ന്. ഇന്നല്ലാതെ കഴിഞ്ഞ 20 കൊല്ലത്തിനകം ഞാൻ ഇതുവരെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ? ഒരു നാളുമില്ലാതെ ഇന്നിങ്ങനെ സംസാരിക്കാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? അത് എൻ്റെ അടുത്ത് പറഞ്ഞുകൂടെ? അറിയേണ്ടത് ഞാൻ തന്നെ വേണം. ഈ നാവ് കൊണ്ട് തന്നെ വേണം. വേണം. അതല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം. ആ നാവിൽ നിന്ന് വീഴുന്നത് എന്തും എനിക്ക് തേനാണ്. ഈ നെഞ്ചു മധുരമേ ചുരത്തു എന്ന് ഞാൻ എത്ര കാലം വിചാരിച്ചതാണ്. അടിയുറച്ച ധാരണകൾ നിലച്ചിരിക്കാതെ കടപുഴകി വീണപ്പോ അന്തം വിട്ട പ്രജ്ഞ കിടുകിട വരെ ചേങ്ങിപ്പോയി. ഏതൊരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു കുഞ്ഞെ. നീ എന്തുമാത്രം തളർന്നിരിക്കുന്നു. ഈ അനുകമ്പയും കരുണയും എല്ലാം ഇത് കാണുമ്പോ ഇതുവരെ ഓർത്ത കാപട്യം ഓർത്ത് ലജ്ജിച്ചു പോകുന്നു. അനുഭവിച്ച മഠത്തരമോർത്ത് കത്തി എരിയുന്നു. ചന്ദ്ര മോനെ, ഉള്ളിലിരുന്ന് കുറുകുന്നത് പുറത്തു വിടാതെ ഇങ്ങനെ കൊണ്ടു നടന്നാൽ നെഞ്ചിലിരുന്ന് ഉറുക്കുന്നത് പറയാൻ ഞാനുള്ള വിനയിൽ പാതിയെ കാണും. പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ നിർബന്ധമാണെങ്കിൽ ചെന്ന് ചോദിക്കണം ആ ഘാതകനോട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ല. അതാര്? ആരെ കുറിച്ചാണ് കുഞ്ഞെ നീ പറയുന്നത്? നീ എന്തു പറഞ്ഞു അയാളോട്? സ്വന്തം ഭാര്യയെ രക്തം ചിന്താതെ കുരുതി കൊടുത്തത് ആരാണെന്ന് പറഞ്ഞു തന്നാലേ മനസ്സിലാകൂ. അതും അതിനിടവരുത്തിയവർക്ക്. ഒന്നും അറിയാത്ത കുട്ടി, എനിക്കൊന്നും അറിയില്ല. അറിഞ്ഞത് തന്നെ ധാരാളം. അറിയേണ്ടതെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ പാടമൂടിയ കണ്ണു തുറന്നു. തനിത്തങ്കമെന്ന് കരുതിയത് കാക്കപ്പൊന്നാണെന്ന് തെളിഞ്ഞു. കുഞ്ഞെ, അല്പം അറിവ് അപകടമാണ്. ഉള്ളേറിവ് വെള്ളം അധികം ചേർത്തത് കൂടിയായ. വേദാന്തം കേൾക്കാൻ എനിക്ക് പ്രായമായിട്ടില്ല. കേട്ടാൽ ഒട്ടും മനസ്സിലാകുകയില്ല. വേദാന്തമോ? കണ്ട കുണ്ടും കുഴിയും താണ്ടി ഇഴയുന്ന ഈ പാവത്തിനോ വേദാന്തം? കുഞ്ഞെ, ചന്ദ്ര, ഞാൻ ഇന്ന് വരെ നിന്നോടൊന്നും അപേക്ഷിച്ചിട്ടില്ല. ഇന്ന് എൻ്റെ ചങ്കെടുത്ത് നിന്റെ മുന്നിൽ വെച്ച് യാചിക്കുകയാണ്. മോനെ, എത്ര നല്ല വെണ്ണക്കൽ പ്രതിമയും ഒറ്റയടിക്ക് തകർക്കാൻ കഴിയും. ഒരു ഉരുമ്പോക്കൻ തൻ്റെ കയ്യിലിരിക്കുന്ന കുറുവടി ഒന്ന് ചുഴറ്റിയാൽ മതി. പക്ഷെ
അതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ എത്ര എത്ര ക്ലേശം, എന്തുമാത്രം കണ്ണുനട്ടിരിപ്പ്, എത്രമാത്രം വിയർപ്പൊഴുക്കൽ, എന്തുമാത്രം പേണി പേണി പണിയണം. കുഞ്ഞെ, നീ അത് തകർത്ത് കളയുമോ ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ? ചോരയും ഉയരുമുള്ള മനുഷ്യ വിഗ്രഹം ഹൃദയം തല്ലി തകർക്കാൻ അരുന്നിട്ടപ്പോ കണ്ണുനീരൊഴുക്കുന്നു. ആരെ കാണിക്കാൻ? ഇനി എന്ത് തന്നെ തകർന്നാലും എനിക്കെന്ത്? ഈ കണ്ണീരിന്റെ വില ഈശ്വരൻ അറിയാം. രായ്ക്ക് രാമാനും നീ എന്നിൽ നിന്ന് അകന്നു. ഇന്ന് പേടിച്ചിരുന്നതാണ് ഈ അകച്ച. പക്ഷെ എനിക്കൊരിക്കലും ഈ ജന്മത്തിൽ നിങ്ങൾ അന്യരാകില്ല. വെറുത്തോ, ശപിച്ചോ, ആക്ഷേപിച്ചോ എനിക്ക് പരാതിയില്ല. എനിക്ക് പരാതിയില്ല. എൻ്റെ എല്ലാം എല്ലാമായ നിങ്ങൾ എന്ത് ചെയ്താലും ഞാനത് സഹിക്കും. മോനെ, മരിച്ചുപോയ നിങ്ങളുടെ അമ്മ ഒരിക്കൽ കൂടി ജീവിച്ചു വന്നാൽ അവർ പറയും ഞാൻ ആരാണെന്ന്. അവർ പറയും ഞാൻ ആരാണെന്ന്. എനിക്കിനി ഒന്നും പറയാനില്ല. ഒന്നും ഒന്നും. ചേട്ടൻ എവിടെയായിരുന്നു ഇതുവരെ? എത്ര നേരമായെന്നറിയോ അമ്മ ഒന്നും കഴിക്കാതെ ചേട്ടനെ കാത്തിരിക്കുന്നു? ഞാനിവിടെ ഇല്ലാത്തപ്പോഴേക്കും എവിടെയെങ്കിലും പട്ടിണി കിടക്കാറാണോ പതിവ്? അല്ലെങ്കിലും ചേട്ടൻ ഇത്തവണ വന്നതേ കോള് പഴിച്ചാണ്. വന്നിട്ട് എത്ര ദിവസം, എന്നിട്ട് ഒരു വാക്ക് അമ്മയോട് സ്നേഹമായി സംസാരിച്ചിട്ടുണ്ടോ? ആരോട് കാണിച്ചാലും അമ്മയോട് അമ്മ ചേട്ടൻ വീട്ടിലത്തെ ഇനി എന്തെല്ലാം ഉണ്ട് എന്റെ അനിയത്തിക്ക് ചേട്ടനെ കുറ്റപ്പെടുത്താൻ? കുറ്റം പറയുന്നതാണോ അതിശയം? എന്ത് വന്നാലും കുലുങ്ങാത്ത അമ്മ മിനിയാന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ടു. എന്നെ കണ്ട ഉടനെ കണ്ണീര് മാച്ചുകളും. അതെ, നീയും കൂടെ കരഞ്ഞു പോകുന്നു പേടിച്ചിട്ടായിരിക്കും. സംശയമുണ്ടോ? നമുക്കൊരല്ലെങ്കിലും വന്നോടൊന്ന് കരുതിയല്ലേ ചേട്ടാ അമ്മ ഇങ്ങനെ സൂചിമേൽ തപസ് ചെയ്യുന്നത്? ആൾ കാഴ്ചയിൽ എത്ര മാറിപ്പോയി. നിനക്കത് കണ്ടിട്ട് സഹിച്ചില്ല അല്ലേ? എന്നാൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എടി നമ്മുടെ അമ്മ ഉണ്ണാതെയും കുളിക്കാതെയും ഒരേ കിടപ്പ് കിടന്ന് ഉരുകി ഉരുകി ചത്തതാണെന്ന് നീ അറിഞ്ഞ നീ സഹിക്കൂ? എന്ത് ചേട്ടൻ എന്തായി പറയുന്നത്? ഇല്ലാത്തതുണ്ടാക്കി പറഞ്ഞാൽ അതും ആരെ പറ്റി? എന്നെ വേദനിപ്പിച്ചിട്ട് എന്ത് വേണം ചേട്ടന്? നിന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷേ ഇന്നെനിക്കത് പറയേണ്ടി വന്നു. ജീവിതത്തിൽ ആദ്യമായി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചേട്ടൻ ഈ നശിച്ച വിചാരങ്ങളൊക്കെ കളഞ്ഞ് ഒന്ന് പഴയ മട്ടിലായി കണ്ടാൽ മതി. നിനക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിനക്ക് നമ്മുടെ അമ്മയെ കണ്ട ഓർമ്മയുണ്ടോ? ഇങ്ങനെ ഓർക്കാൻ ആ ഭാഗ്യം ദൈവം തട്ടിക്കളഞ്ഞില്ലേ? ഇഴഞ്ഞു കളിക്കുന്ന പ്രായത്തിലെ ഓർമ്മ. എന്തൊരോർമ്മ! അല്ല, അല്ലെങ്കിൽ ഈശ്വരൻ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും? പ്രാണനേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു അമ്മയെ തന്നില്ലേ നമുക്ക്? ആ അമ്മയും കൂടി ഇല്ലായിരുന്നെങ്കിൽ. പെറ്റമ്മയെ തൊലച്ചിട്ടാണ് പോറ്റമ്മ ഈ വീട്ടിൽ വന്നത് നീ അറിഞ്ഞ? ഇതെന്ത് ശനി! തുലച്ചു പോലും നിന്നിടത്ത് തന്നെ താണു പോകും ചേട്ടാ ഈ കൊല്ലാവാക്കി കേട്ടാൽ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പോകുന്നു. നിൽക്കനിയത്തി, നിനക്കോ എനിക്കോ കേൾക്കാൻ പാടില്ലാത്ത കേട്ടെന്ന് വെച്ചാൽ നേരല്ലാതാവുമോ മാധവി? എത്രയൊക്കെ മൂടിപ്പൊതിഞ്ഞാലും സത്യത്തിന്റെ കണ്ണടയുമോ? അല്ലെങ്കിൽ തന്നെ ആ അരിങ്കൊല നടന്ന് 20 കൊല്ലം കഴിഞ്ഞ് ഞാൻ ആ നാട്ടിലെത്താനും പലരും പറഞ്ഞ ആ കാര്യങ്ങൾ അറിയാനും ഞാനിങ്ങനെ ഇടയായി. ഓഹോ, അപ്പോ ആരോ ചിലർ തട്ടിവിട്ട് പൊളിയും പൊക്കി എടുത്ത് വന്നിരിക്കുകയാണ്. ആരോ പൊളി തട്ടിവിട്ട് പോലും കാണുമെന്നേ മുൻകൂട്ടി നിശ്ചയമില്ലാത്ത ഒരുത്തനെ തമ്മിൽ പറഞ്ഞൊത്ത് കളവ് പറഞ്ഞ് കബളിപ്പിച്ചു സ്വർഗം പിടിക്കാൻ. പണ്ടുള്ള കാര്യങ്ങൾ തിരുതുല്യമായിട്ട് ഓർത്തു വെച്ചിരിക്കുന്നു ചേട്ടനോട് പറയാൻ. ഏതോ ചിലർ ഊതി പൊക്കി ചെവി കയറ്റിയിരിക്കും, അതും മറ്റാരോ പറഞ്ഞു കേട്ടു. എന്തോ ചിലർ എന്തോ ഊതിപ്പെരിക്ക് പോലും. ഇനി നിനക്കറിഞ്ഞൂടെ നമ്മുടെ കേശവള്ള മാമന്റെ ഭാര്യ മീനാക്ഷി മാമി? ആ മീനാക്ഷി മാമി എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് പറഞ്ഞ എന്താണെന്ന് നിനക്കറിയോ? നിന്റെ അച്ഛനും രാഘവന്റെ അമ്മയും തമ്മിൽ നേരത്തെയുള്ള ബന്ധം കാരണമാണ് ചന്ദ്ര നിനക്ക് നിന്റെ അമ്മ ഇല്ലാതായി പോയത്. എന്ത് മീനാക്ഷി മാമിക്ക് നമ്മുടെ കുടുംബകാര്യങ്ങളൊന്നും അറിഞ്ഞൂടെ? കൊള്ളാം, നന്നായി. വാവിലും കഷ്ടം 14. അല്ല, ആരാണ് ചേട്ടാ ഈ മീനാക്ഷി മാമി? ഭർത്താവിന്റെ ഉദ്യോഗം പോയെന്നറിഞ്ഞുടനെ കടന്നു കളഞ്ഞ കക്ഷി. അല്ല, അച്ഛനും കേശവപിള്ള മാമനും കൂടെ ഇപ്പൊ ഒരു ഭാര്യയാണെന്ന് പറയാൻ വിട്ടുപോയോ അവര്? ഈയിടെയായിട്ട്
അങ്ങനെ ഒരു വാർത്ത പറഞ്ഞു വരുന്നതാണല്ലോ അവരുടെ തൊഴിൽ. എത്ര എളുപ്പം ഊഹിച്ചു കളഞ്ഞു. ഇനി മനസ്സിന് ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നത് നീയോ അവരോ? അതെ, ഞാൻ അത്ര വലിയ ബുദ്ധിമാനൊന്നുമല്ല. എന്നാലും കേട്ടതെല്ലാം അപ്പാടെ വിഴുകുന്ന മരക്കഴുതയുമല്ല. മാധവി, എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സ്നേഹിതനുണ്ട്, നമ്മുടെ അമ്മയുടെ നാട്ടുകാരൻ. ഓർമ്മ വച്ചതിന് ശേഷം ഞാൻ പോയിട്ടില്ലാത്ത നാട്ടിലേക്ക് അവൻ വിളിച്ചപ്പോൾ വെറുതെ ഒരു രസത്തിന് പോയതാണ്. അവിടെ വെച്ച് ഞാൻ ആരാണെന്ന് അവൻ പലർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാവർക്കും അറിയാം അമ്മയെയും അച്ഛനെയും. ഒരാൾ പോലും ഇല്ല നമ്മുടെ അമ്മയുടെ മനോഗുണം പുകഴ്ത്താത്തതായിട്ട്. ഭർത്താവിനെ സ്നേഹിച്ചെന്നൊരു തെറ്റു മാത്രമേ ആ പാവം ചെയ്തിട്ടുള്ളൂ എന്ന് ഒരാൾ പറഞ്ഞു. മഹാലക്ഷ്മി പോലത്തെ സ്ത്രീ ആ മനുഷ്യൻ നിമിത്തം കണ്ണീര് കുടിച്ച് മരിക്കേണ്ടി വന്നു എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ കൂടെ എന്നവരെല്ലാവരും ശരിവെച്ചു. 100 വികാരങ്ങൾ അടിച്ച് താഴെയിട്ട് ഒഴുക്കിക്കളഞ്ഞു. ഞാൻ കുറച്ച് കിറങ്ങലിച്ച് നിന്നു. ഇതൊരു അനുഭവമായിരുന്നു. ചോദിക്കുന്നതുകൊണ്ട് ക്ഷമിക്കണം ചേട്ടാ. സംഭവിച്ചതുപോലെ തന്നെയാണോ ചേട്ടൻ പറയുന്നത്? ഇനി സംശയം കേശമുള്ള മാമന് നിനക്ക് വിശ്വാസമില്ലേ? ആണെന്നോ? ചേട്ടൻ എപ്പോഴും അറിയേണ്ട കാര്യം? ജീവിതകാലം മുഴുവൻ അച്ഛന്റെ വലം കൈയായിരുന്ന മാമൻ അച്ഛനെതിരെ എന്തെങ്കിലും സംസാരിക്കോ? ഒരിക്കലും. ആ മാമൻ എന്നോട് സത്യം ചെയ്തതാണ്. അമ്മ മരിക്കാൻ കിടന്ന് ഒന്ന് കാണാൻ കുറിച്ച് ആളെ വെച്ചിട്ട് അച്ഛനൊന്ന് തിരിഞ്ഞു നോക്കാൻ കൂട്ടാക്കിയില്ലെന്ന്. ആ കല്ലുകൊണ്ടുള്ള ഹൃദയം അലിഞ്ഞില്ലെന്ന്. എന്ത്? മാമൻ എങ്ങനെ പറഞ്ഞോ? ഞാനത് എങ്ങനെ വിശ്വസിക്കണം? ബുദ്ധി ഉണ്ടെങ്കിൽ വിശ്വസിക്കും, ഹൃദയമുണ്ടെങ്കിൽ വിശ്വസിക്കും, മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കും. അപ്പോൾ ചേട്ടാ, നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, മാധവി, ആ പാവ സ്നേഹിച്ചത് സ്നേഹമെന്തെന്നറിയാൻ കഴിയാത്ത ഒരു മനുഷ്യനായിപ്പോയി. എനിക്കിന് നീ മാത്രമേ ഉള്ളൂ. നിനക്ക് ഞാൻ. എന്റെ ഉള്ളിലെരിനെത്തി നിന്നെ അല്ലാതെ മറ്റാരെ കാണിക്കും? കേണ് അപേക്ഷിച്ചിട്ടും മറ്റൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തിയ ഒരു മനുഷ്യന്റെ കൊള്ളരുതായ്മ കണ്ട് അശരണയായ ഒരു സ്ത്രീയുടെ ഉള്ളിലിരുന്ന തീയാണത്. മറ്റൊരു സ്ത്രീയോ? അതാരാണ് അങ്ങനെ എഴുതി? നീ നേരത്തെ പറഞ്ഞല്ലോ നിന്നെ ഒരുത്തി ജീവനെ കൊണ്ട് സ്നേഹിക്കുന്നുവെന്ന്. ആർക്കാണ് ചേട്ടാ? ചേട്ടനോ എനിക്കോ? പെറ്റമ്മയുടെ ചോര കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണ് അനിയത്തി. കഴിഞ്ഞ 20 കൊല്ലം നമ്മൾ കഴിച്ചത്. ആ കൈകളാണ് നമ്മൾ താലോലിച്ചത്. കേൾക്കുന്നത് പറയാതെ ചേട്ടാ, ഓർമ്മിക്കാതെ പച്ച ഉയരോടെ ഇരിക്കുന്ന നമ്മുടെ അമ്മ, സാക്ഷാൽ അമ്മ. ആ അമ്മ ഈശ്വരനായി കരുതിയവനാണ് ഞാൻ. കഷ്ടതയും ദാരിദ്ര്യമെല്ലാം നീങ്ങി ഒരു 10 ദിവസമെങ്കിലും അവരെ സന്തോഷമായി വയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ആ ചിന്തകളെല്ലാം കറുത്ത പാറത്തട്ടി തട്ടി തകർന്നു പോയി അനിയത്തി. ആരെന്തും ചെയ്തെന്നും പറയണം, ഞാൻ കേൾക്കാം, വിശ്വസിക്കാം. പക്ഷെ അമ്മ, തനിക്ക് പിറന്ന മകനേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന അമ്മ, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് നമ്മെ ഈ പ്രായം വരെ എത്തിച്ച അമ്മ എന്ന് തന്നെ ഞാനും വിശ്വസിച്ചു. ഈ കാര്യങ്ങളെല്ലാം ആദ്യം പറഞ്ഞപ്പോൾ അത് പറഞ്ഞവനെ എരിയിച്ചു കളയാനാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ എത്ര വിട്ടിയായിപ്പോ ഈ നാർന്ന ചരിത്രം മുഴുവൻ അറിഞ്ഞപ്പോ. അറിഞ്ഞതും പറഞ്ഞതും കൊണ്ട് ഇനി എന്ത് പ്രയോജനം? ഏതും സഹിക്കല്ലാതെ എന്ത് നിവർത്തി? ഇനി ഒന്നേ ഉള്ളൂ, അത് ചെയ്തേ തീരൂ. ഒരുക്കോ അതിന്. വാ അനിയത്തി, ഈ കൊലദിനം വിട്ട് നമുക്ക് പുറത്ത് കിടക്കാം. വാ, എത്രയും വേഗം. ഇവിടെ വിടുകയോ? എന്തുണ്ടായതിന്? എവിടേക്ക് പോകാൻ? എങ്ങോട്ടെങ്കിലും. ഇവിടെ വയ്യ. പെറ്റമ്മയോടുള്ള കടമ നിറവേറ്റ. മരിച്ചിരിക്കുന്നവരോടോ ജീവിച്ചിരിക്കുന്നവരോടോ? ആരോടുള്ള കടമയാണ് ചേട്ടാ വലുത്? എന്നോ മരിച്ച, കണ്ട ഓർമ്മ പോലും ഇല്ലാത്ത ഒരു നിഴൽ മാത്രമല്ലേ? വെറും ഒരു സങ്കല്പമല്ലേ നമുക്ക് പെറ്റമ്മ? എന്ത് പറഞ്ഞു? പെറ്റ വയറിനോട് കൂറില്ലാത്തവളെ. നിനക്ക് പകരം ഒരു മരക്കഷണത്തെയാണ് എന്റെ അമ്മ പ്രസവിച്ചിരുന്നെങ്കിൽ. ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കേണ്ടവളല്ലേ? പക്ഷെ ചേട്ടാ, എനിക്കുമില്ലേ ഒരു ഹൃദയം? നെഞ്ചിലെ ചൂടും ചിറകിലെ തളലും തന്നു പറക്കമുറ്റാറാക്കിയ തന്തയും തള്ളയും തടി തളർന്ന് വീണാൽ ദാഹത്തിന് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ നമ്മളല്ലാതെ ആരുണ്ട് ചേട്ടാ വീട്ടിൽ? മാധവി, തണൽ വിരിച്ച് തന്നത് വിഷവൃക്ഷമാണെങ്കിൽ അത് കടക്കിൽ വെച്ച് മുറിച്ചു മാറ്റണം. അതിന് കെൽപ്പില്ലാത്തവൻ പൊരി വെയിലേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ നോക്കും. അത് രണ്ടും ചെയ്യാതെ
അതിന്റെ ചുവട്ടിൽ വിശ്രമിക്കാമെന്ന് കരുതിയാൽ നശിച്ചു മണ്ണടി. എനിക്കൊന്നറിഞ്ഞാൽ മതി, എന്നോടൊത്ത് ഇവിടെ വിട്ട് വരാൻ നീ ഒരുക്കമാണ്. ഞാൻ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ, കഷ്ടപ്പാടിന്റെ, വേദനയുടെ പങ്ക് എനിക്ക് നിനക്ക് തരാൻ കഴിയും. പക്ഷേ ഈ നരകവാസത്തേക്കാൾ എത്രയോ വലുതായിരിക്കും എന്ന് തീരുമാനിക്കുന്നു. നീ വരുന്നുണ്ടോ? ചേട്ടൻ എന്ത് തന്നാലും ഞാൻ എന്റെ 2 കൈയും നീട്ടി സ്വീകരിക്കും. പക്ഷെ ഈ കടുകൈ കാണിക്കാമോ ചേട്ടാ? തന്നാനൊരു നരകവും ഉണ്ടാക്കിക്കൊണ്ടല്ലേ നമ്മുടെ പോക്ക്. ദയവ് ചെയ്ത് ശാന്തമായി ഒന്ന് ചിന്തിച്ചാൽ. നീയെങ്കിലും എനിക്കുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഇങ്ങനെ ഒരു ചേട്ടനുണ്ടെന്നേ നീ ഇനി വിചാരിക്കും. അയ്യോ ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ എന്ത് ചെയ്യാം? കുറ്റപ്പെട്ടവനായി പോയില്ലേ? എനിക്കതൊരു സങ്കടമില്ല. ഇല്ല ചേട്ടാ, നമ്മൾ എന്നും ഒന്നാണ്. ഞാൻ എന്റെ ചേട്ടനെ മറന്നാൽ, എന്റെ ചേട്ടൻ തനിച്ചായാൽ എനിക്ക് ആരുണ്ട് ചേട്ടനേക്കാൾ വലുത്? അതെനിക്ക് ബോധ്യമായല്ലോ അനിയത്തി. പ്രത്യേകം പറഞ്ഞറിയിക്കൂടി വേണോ? ഞാൻ എവിടെ വേണോ വരാൻ ചേട്ടാ. ഇവിടെ എന്തുപേക്ഷിച്ചു? ത്യാഗം ഇവിടെ ആരാവശ്യപ്പെട്ടു? കേൾക്കുന്നില്ല ആ ശബ്ദം? അകലൂ അകലൂ എന്ന് നമ്മുടെ അമ്മ വിളിച്ചു പറയുന്ന ശബ്ദം. അയ്യോ ചേട്ടാ, ഞാൻ അയ്യോ അമ്മേ. ഇല്ലേ അവനിവിടെ? ചേട്ടനോ? ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി ചേട്ടൻ ഇരിക്കണം. എന്താ പതിവില്ലാതെ അവൻ ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞില്ലേ? അയ്യോ, ചോദിച്ചപ്പോ ദേഷ്യപ്പെട്ടിരുന്നേക്കോ തന്നെത്താനെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. ചന്ദ്രനോ? അവനും ഇവിടെ ഇല്ല. ദേ, അവൻ ജോലി രാജിവെച്ച കാര്യം വല്ലതും അറിഞ്ഞിരുന്നു? ആ, ചന്ദ്രന്റെ അച്ഛൻ പറഞ്ഞു. പാർവതിയോട് അവനൊന്നും പറഞ്ഞില്ല? അറിയേണ്ടവരോട് പറഞ്ഞാൽ പോരെ. അറിഞ്ഞിട്ട് വേണ്ടത് അവനെ ഉപദേശിച്ചോ? ആയ കാലത്ത് വേണ്ട വിധം ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. ആരും നിർബന്ധിക്കാതെ. നീ എല്ലാം അവന്റെ ഇഷ്ടം. ഗോവിന്ദൻ മറ്റൊന്നും പറഞ്ഞില്ലേ? മാധവിയുടെ വിവാഹാലോചനയും രാഘവന്റെ ജോലിക്കാരും? ഇല്ല. അതെന്താ അങ്ങനെ? ഏതായാലും രണ്ടും നടപ്പുമേനിയിലായിട്ടുണ്ട്. നല്ലത്. ഞാൻ ചേട്ടന് കുടിക്കാൻ. വേണ്ട വേണ്ട വേണ്ട, നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഇരിക്കേ. ഞാനേ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നേ. ഉദ്ദേശിച്ച് വന്നത് ഗോവിന്ദനോട് സംസാരിക്കാൻ. അല്ല, എനിക്കും കൂടെ കേൾക്കാവുന്നതാണെങ്കിൽ. കേൾക്കാവുന്നതും കേൾക്കേണ്ടതും തന്നെ. എന്താണോ? ഞാൻ അറിയാതെ, എന്നെ അറിയിക്കാത്ത ചില കാര്യങ്ങളില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ? ചേട്ടൻ സാരമായ ചിലത്. ചേട്ടൻ എന്തൊക്കെ അറിയാമെന്ന് എനിക്ക് എങ്ങനെ അറിയാം? മറ്റൊന്നും തോന്നില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചേട്ടാ, ഇതെന്നെ വിഷമിപ്പിക്കുകയാണ്. എനിക്ക് സംശയമോ അവിശ്വാസമോ ഒന്നും ഉണ്ടായിട്ടില്ല. ചോദിക്കണമെന്ന് തോന്നി, ചോദിക്കുന്നത് നല്ലതെന്ന് തോന്നി. എന്നെപ്പോലെ അല്ലാത്തവരും ഉണ്ടാവുമല്ലോ ഈ ലോകത്ത്. എന്നോട് ചോദിക്കാൻ മടിക്കുന്നത് എന്തിനാണ്? പാർവതി ഈ വീട്ടിൽ വന്നപ്പോൾ മുതൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തെന്ന് എനിക്കറിയാം. അതെങ്ങനെ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തെന്ന് ഈ ലോകത്ത് ഞങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയാം. അതെന്താ ഇത്രയ്ക്ക് അറിയാനുള്ളത്? ഭാര്യാഭർത്തൃ ബന്ധം എങ്ങനെ ആരും അറിയാത്ത രഹസ്യമാകും? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതല്ലെങ്കിലും പിന്നെന്ത് ബന്ധം? അത് കൊള്ളാം. ഞാനൊരു ഭാര്യയായിട്ടല്ല, ഭാര്യ ആകാനും അല്ല ഇവിടെ വന്നത്. ഇതുവരെ ഭാര്യ ആയിട്ടില്ല. ഓ, ചടങ്ങനുസരിച്ച് 10 ആളെ വിളിച്ചു കൂട്ടി വിവാഹം നടത്താത്തതായിരിക്കും നീ ഉദ്ദേശിക്കുന്നത്? അതെ, അത് പിന്നെ കൊല്ലാക്കാലത്ത് മര്യാദ കേടാണെന്ന് വിചാരിച്ചല്ലേ? ചേട്ടാ, വിവാഹമേ വേണ്ടെന്ന് നിർബന്ധം പിടിച്ചത് ഞാനാണ്. ഒരു വിവാഹ ഫോറം പോലും ഞാനിതുവരെ കണ്ടിട്ടില്ല. ചടങ്ങും രേഖയുമാണോ പാർവതി മുഖ്യം? ജീവിക്കുന്നത് എങ്ങനെയെന്നല്ലേ? ജീവിതം ഞാൻ എന്തിനു വന്നു, അതിന് എങ്ങനെ വന്നു, അങ്ങനെ. വിശ്വസിക്കാവുന്നത് വേണ്ടേ പാർവതി പറയാൻ? വിശ്വസിക്കുന്നതോ പോട്ടെ, ആരെ അറിയിക്കാൻ പോലും അല്ല, സ്വയം ആശ്വസിക്കാൻ മാത്രം. അപ്പൊ നീ പറഞ്ഞു വരുന്നത് നീ ഗോവിന്ദന്റെ ഭാര്യയല്ലെന്നാണോ? തെളിച്ച് പറയൂ പാർവതി. അതേ ചേട്ടാ, ഞാൻ ഈ വീട്ടിൽ വന്നത് ഒരമ്മയില്ലാത്ത വിടവ് നികത്താനാണ്. ഇത്രയും നാൾ
അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അപ്പോ രാഘവൻ ഗോവിന്ദന്റെ മകനാകണമെങ്കിൽ ആകണമെങ്കിൽ പറയേ. തെളിച്ചു പറയൂ. നീ ഇവിടെ വരും മുമ്പ് ലക്ഷ്മിയമ്മ ജീവിച്ചിരിക്കെ തന്നെ നീയും ഗോവിന്ദനും തമ്മിൽ? അതിനൊക്കെ എത്രയോ കാലം മുമ്പ്. ലക്ഷ്മി അമ്മയെ വിവാഹം കഴിക്കുന്നതിനും വളരെ കാലം മുമ്പ്. ജീവിതത്തിന് ഒരു പട്ടുനൂലിൻ്റെ വില പോലും ഇല്ലാതെ ഞാൻ കാണും. ഓർക്കുമ്പോൾ തന്നെ കോരി തരിക്കുന്നു. ചേട്ടന് ഓർമ്മയില്ലേ നമ്മൾ ഒരുമിച്ച് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാര്യം? അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് ഓർത്തിട്ടു എന്ത് കാര്യം? പഴയ കഥ. നീ ചോദിച്ചതിന് ഉത്തരം പറയും. അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പുരുഷൻ ഞാൻ എൻ്റെ മനസ്സും ഹൃദയവും സമർപ്പിച്ചത്. ചേട്ടൻ്റെ കൂടെ നടക്കാറുള്ള ആ കൊച്ചു യുവാവില്ലേ, ചടച്ചു നീണ്ട ശരീരവും തിളങ്ങുന്ന കണ്ണുകളും എപ്പോഴും വിയർപ്പ് പൊടിയുന്ന മൂക്കും മനസ്സ് നിറയെ ഉന്മേഷവുമുള്ള ആ ഇരുനിലക്കാരൻ. അന്നേ തന്നെ നീ ഗോവിന്ദനുമായിട്ട് അടുപ്പം, എന്നിട്ടൊരക്ഷരം ഈ ജീവിതകാലം അത്രയും. ഇതാണ് എനിക്ക് കിട്ടിയ സ്നേഹം. ചേട്ടാ, സ്നേഹമില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ പലതും കുട്ടികൾ അച്ഛനമ്മമാരെ അറിയിക്കാത്തത്? എന്നെ അച്ഛനും അമ്മയും ഒക്കെ ആക്കാൻ വരട്ടെ. അന്ന് തുടങ്ങിയ ബന്ധം പിന്നീടും തുടർന്നുവല്ലേ? ആ വിവാഹത്തിന് മുമ്പും പിമ്പും ബന്ധമോ? എന്ത് ബന്ധം? നേര് പറയട്ടെ ചേട്ടാ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കിതുവരെ അറിയില്ല. അറിയണമെന്ന് തോന്നിയിട്ടുമില്ല, അതിനൊട്ട് ശ്രമിച്ചിട്ടുമില്ല. പക്ഷേ ഇന്നത് വേണ്ടി വന്നത് ഞാൻ ആരാണെന്ന് ചിന്തിക്കേണ്ടി വന്നു. ചേട്ടൻ ഇവിടെ വന്നപ്പോഴും അത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും ഒരു രൂപവും കിട്ടിയില്ല. ഒന്ന് പറഞ്ഞു തരാമോ ചേട്ടാ? അമ്മ മരിച്ച കുഞ്ഞുങ്ങൾക്ക് ആ നഷ്ടം അറിയിക്കാതെ വളർത്തി അവരുടെ അച്ഛനെ സഹായിക്കാൻ വന്ന ഞാൻ ആരാകുമെന്ന് പരിചാരിക്കയോ, വേലക്കാരിയോ, ആയയോ, മിത്രമോ? ഭാര്യയല്ലെന്ന് മാത്രം അറിയാം. പിന്നെ ഇവിടെ വരുന്നതിന് മുമ്പുള്ള 2 വർഷം, അന്ന് ഞങ്ങൾ പരസ്പരം ആരായിരുന്നു, എന്തായിരുന്നു ഓർക്കാൻ കൂടി വയ്യ. ആ 2 വർഷം അന്നാണ് ആ സാധു സ്ത്രീ ഭർത്താവിൻ്റെ സ്നേഹം പോയിട്ട് മര്യാദ പോലും ഇല്ലാത്ത പെരുമാറ്റത്തിനിരയായത്. അവരെ ചെന്ന് കണ്ട് കണ്ണീര് തുടയ്ക്കാൻ ഞാൻ പറഞ്ഞപ്പോഴൊക്കെ എൻ്റെ മുമ്പിലിരുന്ന് കണ്ണീര് ഒപ്പൊഴിച്ചത്. നിനക്കറിവുള്ളതല്ലേ അയാൾക്ക് എന്ത് സംഭവിച്ചു? എങ്ങനെ പറയണം, എങ്ങനെ പറഞ്ഞ് ഒപ്പിക്കണം എന്ന് എനിക്കറിയില്ല. വിവാഹത്തിൻ്റെ തലേന്ന് രാത്രി കണ്ടപ്പോൾ നാളെ രാവിലെ കേശവപിള്ളയും വീട്ടുകാരും എൻ്റെ ശരീരം മാത്രമേ കൊണ്ടുപോകൂ, എൻ്റെ ജീവിതം നിനക്കുള്ളതാണ് പാർവതി എന്ന് പറഞ്ഞ് വല്ലപാടും പിരിഞ്ഞ അദ്ദേഹത്തെ വർഷങ്ങൾ കഴിഞ്ഞാണ് ഞാൻ വീണ്ടും കണ്ടത്. അച്ഛനും അമ്മയും മരിച്ചതോടുകൂടി എനിക്ക് മറ്റാരും ഇല്ലാതായി. കടപ്പാടും ആശ്രയവും ആരോടും ഇല്ലാതായാൽ, ഇങ്ങോട്ടും കടപ്പാടും ആശ്രയവും ആർക്കും ഇല്ലാതായാൽ കിട്ടുന്ന ഒരുതരം സ്വച്ഛതയും സ്വാതന്ത്ര്യവും അനുഭവിച്ച് ഒരു സ്കൂളിൽ അധ്യാപികയെ ഞാൻ കഴിയുകയായിരുന്നു. അപ്പോഴാണ് നനച്ചിരിക്കാതെ അടഞ്ഞിരുന്ന വാതിലിൽ അദ്ദേഹം വന്ന് മുട്ടിയത്. ഞാനെന്തൊരു പമ്പര വിട്ടിയാണ്. അയാൾ പറഞ്ഞൊപ്പിക്കാൻ നോക്കിയതൊന്ന്, ഉള്ളിലിരുന്ന് അർത്ഥത് മറ്റൊന്ന്. കൂടിയ കുടുംബത്തിൽ പോയി മുതൽ മാത്രം കണ്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവരുടെ വാലാട്ടിപ്പെട്ടിയായി തുടരേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ടല്ലായിരുന്നോ എടാ കരച്ചിലും പിടിച്ചില്ലോ? പറഞ്ഞതാണോ കുറ്റം ചേട്ടാ? ആ വീമ്പ് പറഞ്ഞ ആൾ തന്നെ അല്ലേ ചേട്ടൻ്റെ മുട്ടാപ്പിടിക്ക് വഴങ്ങിയത്? അതെന്താ ഓർക്കാത്തത്? കൊലമരം എന്ന് കരുതി കഴുമരത്തിൽ കാലെടുത്ത് വെച്ചത്, കൊലമരം എന്ന് കരുതി കതിർമണ്ഡപത്തിൽ കാലെടുത്ത് വെച്ചത് ആരും നിർബന്ധിച്ചിട്ടാണ്. പിന്നീട് അങ്ങോട്ടും മൂടിക്കെട്ടിയ മനസ്സിൽ എപ്പോഴും കൂരാപ്പം, എനിക്ക് ഉള്ളിലൊതുക്കിയ തേകലുകൾ, പുറത്തൊരു ജീവിതം, അകത്ത് മറ്റൊന്ന്. ഒരു നിമിഷം സ്വസ്ഥമായി സമാധാനമായി പെരുമാറാൻ ഒക്കുമോ ആ പള്ളും ഠീക്കും ദൂർത്തും കെട്ട വിവരം കെട്ട വചനന്മാരോട്? ഒരു തടുത്തുറഞ്ഞ സദ്ഗുണമെന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുള്ള ഭാര്യയോ, മറ്റുള്ളവരുടെ മനസ്സിലിരിപ്പറിയാൻ ഉള്ളുമാനമില്ലാത്ത ഒരുത്തിയും. ഞാൻ ചെയ്ത മഹാപരാധം എന്തെന്ന് എനിക്കറിയാൻ പാടില്ലെന്നാണോ നിന്റെ വിചാരം? യഥാർത്ഥത്തിൽ എരിഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണ് പറഞ്ഞത്. ആ വിവാഹത്തിന് ശേഷം ഒരു ആപത്തൊഴിവാക്കാൻ അതിലും വലിയൊരു ആപത്ത് നിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടി തന്നെ പടുവാണ്. ചേട്ടൻ പൊറുക്കണം. ഉള്ളിൽ കൊള്ളാതെ വന്നപ്പോൾ
പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോയി. ചേട്ടൻ വിഷമിക്കരുത്. ഒരു ജീവിതമെടുത്ത് കൊടുങ്കാറ്റിരമ്പുന്ന കടലിലേക്ക് എറിഞ്ഞവനല്ലേ പാർവതി മാപ്പ് ചോദിക്കേണ്ടത്? ചെയ്യരുതാത്തത് ചെയ്തിട്ട് അതിന് പിഴമൂടുന്ന നമ്മളെപ്പോലെ ഭാഗ്യം കെട്ടവർ. മനസ്സിലാകുന്ന രീതിയിൽ പറയും പാർവതി. കേൾക്കാനും അറിയാനും ഞാൻ നോക്കിയിരിക്കാൻ. പൊള്ളുന്ന മരുഭൂമിയിൽ നിന്ന് ഓടിയകന്നൊരു യാത്രക്കാരൻ ദാഹജലം യാചിച്ചുകൊണ്ട് വേച്ച് എൻ്റെ അരികിൽ തളർന്നു കുഴഞ്ഞെൻ്റെ മടിയിൽ വീണു. നീരാകം മാത്രമല്ല, ആത്മാവിലും അസ്ഥിയിലും രക്തത്തിലും തുളഞ്ഞു കയറുന്ന ചൂടുമായി. എനിക്കെൻ്റെ ജീവിതം തരൂ, മരണം എനിക്ക് മടുത്തു എന്ന് എന്നോട് യാചിച്ചപ്പോൾ ഞാൻ എനിക്കുള്ളതെല്ലാം ഒന്നൊഴിയാതെ സമർപ്പിച്ചു. എത്രയോ വർഷമായി അമർന്നു കിടന്നിരുന്ന ആശകൾ തടവറ വിട്ടു പുറത്തു ചാടി സാഫല്യമടഞ്ഞു. ആര് ശപിച്ചാലെന്ത്, ആര് ഹസിച്ചാലെന്ത്, പോയ കാലവും വരും കാലവും എന്തിനു തെറ്റുകുറ്റങ്ങൾ ചിന്തിച്ച് മെനക്കെടണം. ഓരോ ജീവാണുവിലും ആനന്ദം, ചൈതന്യം, ശക്തി നിറഞ്ഞു നിൽക്കുമ്പോൾ ചുറ്റിയ ചെങ്ങലയൂർന്നു വീട് സ്വതന്ത്രമായ രണ്ട് ഹൃദയങ്ങൾ അന്യോന്യം മാറിപ്പുണർന്ന് ഓമനിക്കുമ്പോൾ രണ്ടാളുകൾ ഒന്നായി മാറുമ്പോൾ അന്നാണ് ചേട്ടന്റെ ഉപദേശവും നിർദ്ദേശവും കാരണം അദ്ദേഹം വന്ന വഴി തിരിച്ചു നടന്നത്. കടമ നിർവഹിക്കാൻ എന്ത് പറഞ്ഞിട്ടും എങ്ങനെ പറഞ്ഞിട്ടും എന്ത് പ്രയോജനം? ലക്ഷ്മിയമ്മ എന്ത് വിളിച്ചു? വീട്ടുകാർ നിശ്ചയിച്ച വിവാഹത്തിന് അവർ സമ്മതിച്ചു. അയാളോട് അയാൾക്ക് യാതൊരു വെറുപ്പോ വിദ്വേഷമോ ഉണ്ടായിരുന്നു. മരിക്കാറായി കിടക്കുന്ന ഏത് ഭാര്യയ്ക്കില്ലേ സ്വന്തം ഭർത്താവിനെ കാണാൻ ആശ? ആ ആശ നിറവേറാതെ എത്ര വേദന സഹിച്ചായിരിക്കും ആ സ്ത്രീ ലോകം വിട്ടിരിക്കും. എനിക്കതിനെക്കുറിച്ച് ഓർക്കാൻ കൂടി വൈകുന്നില്ല ചേട്ടാ. യാതൊരു വീണ്ടും വിചാരവുമില്ലാതെ അടിക്കുന്ന ഓളത്തിനൊത്ത് ഒഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ലക്ഷ്മിയമ്മയുടെ മരണമെന്ന് എടുത്തിയ വീട് ഞങ്ങൾ ഞെട്ടിപ്പിടഞ്ഞെണീറ്റത്. ആ സംഭവത്തോടെ തളർന്ന് ഞെട്ടിപ്പോയ ചന്ദ്രൻ്റെ അച്ഛൻ നിരാധരായ കുഞ്ഞുങ്ങളെ കരുതി വിവാഹം ചെയ്ത് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തീർത്തു പറഞ്ഞു സാധ്യമല്ലെന്ന്. ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ വളർത്താനുള്ള ചുമതല എന്നെ ഏൽപ്പിച്ച് എന്നോട് എന്നേക്കുമായി പിരിഞ്ഞ് മക്കളില്ലാത്ത കുഞ്ഞുങ്ങളെ വളർത്തി ഇനിയുള്ള കാലം കഴിയണമെന്ന് ഞാൻ ആ കാലിൽ വീണിരുന്നു. അതിനെങ്ങനെ തോന്നിയത്? ആർക്കെങ്ങനെ തോന്നും? അതാണോ മനുഷ്യത്വം? കനത്ത ഭാരവും കയറി തനിച്ചിരി നിൽക്കുന്ന ഒരാളെ പാതിരാത്രിയിൽ തനിച്ചാക്കിയിട്ട് പോകും. നീ അത് ചെയ്തിരുന്നെങ്കിൽ? പേടിച്ചത് ഞാനാണ് ചേട്ടാ. അതാണ് ആദ്യം ഞാൻ വരില്ലെന്ന് പറഞ്ഞത്, പിന്നെ വരാമെന്ന് സമ്മതിച്ചത്. ഒരേ ഒരു കരാറിൽ മാത്രം, മരണം വരെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കില്ലെന്ന് പരസ്പരം കയ്യിലടിച്ച് സത്യം ചെയ്തതിന് ശേഷം മാത്രമേ എൻ്റെ പേടിയൊന്നും അടങ്ങിയുള്ളൂ. പക്ഷെ മനുഷ്യരല്ലേ ചേട്ടാ, കല്ലോ മരമോ ദൈവമോ മറ്റോ ആണോ? അവനവനോട് തന്നെ എന്തുമാത്രം പടപൊരുതിയിട്ടാണ് ആ സത്യം അണുവിട തെറ്റാതെ ഇതുവരെ പരിപാലിച്ചത്. പക്ഷേ 20 വർഷം ഞാൻ പേറി നടന്നിരുന്ന ആശ, സത്യം ഇതാ ഇന്നിവിടെ കരിഞ്ഞ് ചാമ്പലായിരിക്കുന്നു. നീ എന്നോട് ക്ഷമിക്കുക. ക്ഷമിക്കാൻ എന്തുണ്ടായി ചേട്ടാ? ഒന്നുമില്ലേ? എരുതിയിൽ നിന്നുള്ള ഈ തപസ്, ഈ സന്യാസമൊക്കെ തെറ്റിദ്ധരിച്ചവനല്ലേ ഞാൻ? ആ ചന്ദ്രന്റെ തലയിൽ ഉദിച്ച ചെകുത്താൻ എന്നെ സ്വാധീനിച്ചു. ഞാൻ തപസ് ചെയ്തെങ്കിൽ അതെനിക്ക് വേണ്ടിയാണ്, എൻ്റെ ആത്മാവിൽ അടിഞ്ഞുകൂടിയ കറ കഴുകിക്കളയാനാണ്. അതിനാ ചന്ദ്രൻ എന്ത് പിടിച്ചു? പാവം കുട്ടി, അവൻ എങ്ങനെ അറിയാം ഒരച്ഛനെ, ഒരമ്മയെ, ഒരു ഭാര്യയെ, ഒരു ഭർത്താവിനെ? ഒന്നെങ്കിലും അറിയണമായിരുന്നു, സ്നേഹം. കഷ്ടം, സ്നേഹം. അതാണ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഇട്ട് വലയ്ക്കുന്നത്. ഇനി ഒന്നും പറയാനും കേൾക്കാനും എനിക്കാവില്ല പാർവതി. ഞാൻ പോകും.
പ്രസാദം. അച്ഛൻ ഇതുവരെ വന്നില്ലേ മോളെ? അച്ഛൻ ചന്തമുക്കി നിൽക്കുന്നെന്ന് ചേട്ടൻ പറഞ്ഞു. നീ അവനെ കണ്ടോ? ചേട്ടൻ അമ്പലത്തിലും വന്നിരുന്നു. എന്നിട്ട് അവനെവിടെ? ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നല്ലോ. അമ്മ കണ്ടില്ലേ? ഇല്ല. ഓ, എന്തുണ്ട് ഇത്ര കുടിക്കാൻ? ഞാൻ ജീരവെള്ളം കൊണ്ടുവരാം. രാഘവനെ കണ്ടോ അച്ഛാ? നിന്നോട് ആര് പറഞ്ഞു ഞാൻ അവനെ തിരക്കിയാണ് പോയതെന്ന്? എന്റെ പട്ടി പോകും ആ കുരുത്തം കെട്ടവനെ തിരക്കി. ഞാൻ വിചാരിച്ചു അച്ഛൻ അവനെ തിരക്കി പോയതാണ്. അച്ഛൻ 2-3 വട്ടം ചോദിച്ചല്ലോ അവൻ വന്നു. ചോദിച്ചെങ്കിൽ അത് അവനെ കാണാൻ വേണ്ടിയിട്ടാണോ ചോദിച്ചത്? വെറുതെ ചോദിച്ചതല്ലേ. അവനെ കണ്ടില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? അച്ഛൻ പുറത്തു പോകാൻ നേരം തന്നെത്താൻ പറയുന്നത് കേട്ടു അവനെ കണ്ടുപിടിക്കണമെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞു? ചിലപ്പം പറഞ്ഞിരിക്കാം, ഒരുപക്ഷെ പറഞ്ഞിരിക്കാം എന്ന് കരുതി ഞാൻ അവനെ തേടി അങ്ങ് ഇറങ്ങി പുറപ്പെടുന്നു നീ വിചാരിച്ചു? ചേട്ടൻ പറയുകയും ചെയ്തു അച്ഛൻ ചന്തമുക്കി ചിലരോട് രാഘവനെ കണ്ടോ എന്ന് ചോദിക്കുന്നത്. അവൻ എപ്പോഴെവിടെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അങ്ങനെ ചിലപ്പം ചോദിച്ചിരിക്കും. അത് അവനെ കാണാൻ വേണ്ടിയിട്ടാണ് അതിന്. ആളുകളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടെന്ന് കരുതി ചോദിച്ചതല്ലേ. അല്ലല്ല, നീ ഇപ്പൊ അമ്പലത്തിൽ നിന്ന് വന്നല്ലേ? പോ പോ പോ, അകത്ത് അകത്ത് അകത്ത്. വെള്ളം കുടിക്കണം. ആ പിള്ളച്ചേട്ടൻ വന്നിരുന്നു. എന്നിട്ട് കുറച്ചു മുമ്പ് പോയതേ ഉള്ളൂ. വിശേഷിച്ച് എന്തെങ്കിലും പറഞ്ഞു? ഇതുവരെ നമ്മൾ പറയാത്തതെല്ലാം. അതൊന്നും അങ്ങനെ നമ്മുടെ ചരിത്രം ഒന്നും വിടാതെ യാതൊരു മറിയുമില്ല. നീ അത് പറയാൻ കാരണം ആവശ്യപ്പെട്ടിട്ട്. എന്നിട്ട് എന്നിട്ട് പിള്ളച്ചേട്ടന് വല്ലാതെ ഹൃദയം ഒരായുഷ്കാലം മുഴുവൻ ചേട്ടനെ അറിയിക്കാതെ മറച്ചു വെച്ചില്ല. എന്നോടാണ് ചോദിച്ചെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. അതെന്താ? വെറുതെ അല്ല പിള്ളച്ചേട്ടന് പരിഭവം തോന്നിയത്. ഈ കാലത്തിനിടയിൽ പലപ്പോഴും ഞാനത് പറയാൻ ഒരുപ്പെട്ടതാണ്. പക്ഷെ ഈ പ്രായമായിട്ടും എനിക്കത് പറയാൻ കഴിഞ്ഞില്ല. ഒരേ പ്രായം, ഒരേ തരം, ഉച്ച സ്നേഹിതന്മാർ. പക്ഷെ ആ മനുഷ്യൻ എനിക്ക് ചേട്ടനോ അച്ഛനോ അമ്മാവനോ എല്ലാം കൂടിയാണ് പാർവതി. നീ അകത്തോ, ഞാനൊന്ന് തനിച്ചിരിക്കട്ടെ. അയ്യോ, ഇപ്പോഴെങ്ങാണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്? കാലി മരുന്ന് തേച്ചതുപോലെ ഉടനെ തന്നെ എങ്ങോട്ട്? ഇപ്പൊ പോകുന്നത് തിരിച്ചു വരാനല്ല, വരാതെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ്. ഞങ്ങളെന്ന് വെച്ചാൽ ആരാ? ഞാനും മാധവി. പോകുന്നു പോലും. എങ്ങോട്ട്? അതും ആ കൊച്ചിനെയും കൊണ്ട്? അതെനിക്ക് നിശ്ചയമില്ല. ഇവിടെ ഇനി താമസിക്കുന്നതെന്ന് മാത്രം തീരുമാനിച്ചു. എന്ത് മുഴു ഭ്രാന്തി തന്നെ എത്തിയോ നീ? ഒരിക്കൽ പറയും ജോലി കളഞ്ഞു കുടിച്ചു, ഇപ്പൊ പറയുന്നു വീട് വിട്ടു പോകുന്നു. എല്ലാവർക്കും ആശ്വാസമാണ് ഞങ്ങളിവിടെ നിന്ന് പോയാൽ. പോകുന്ന ഞങ്ങൾക്കും നിൽക്കുന്ന നിങ്ങൾക്കും. ഞങ്ങളിവിടെ ഉണ്ടെങ്കിൽ ആർക്കും കാണില്ല സ്വസ്ഥത. ഓ, അത്രത്തോളം എത്തിയോ? ഞങ്ങളും നിങ്ങളും
സ്വസ്ഥത ആർക്കുണ്ടാവില്ലെന്ന്, ആർക്ക് സന്തോഷമാവുമെന്ന് അറിയടാ. എല്ലാം ഒന്നോടെ സ്വസ്ഥമാകും. ഞങ്ങളെയും കൊന്ന് ഈ വീടിന് തീയിട്ട് അതിന്റെ ചാമ്പല് പാരിക്കൊണ്ട് പോയാ. ദേഹവും മനസ്സും ഉണക്കിയത് കൊണ്ട് വിശേഷമില്ല അച്ഛാ. മാറ്റമില്ലെന്ന തീരുമാനത്തിന് ശാന്തനായ ഞങ്ങളെ യാത്ര അയക്കണം. ഇത് സംഭവിച്ചേ തീരൂ. പൊട്ടിച്ചുകൂടാത്തത് പൊട്ടിച്ചിട്ട് ഏച്ചു കെട്ടിയത് ഉറക്കുകയില്ല. നിനക്കോ തലതിരി. അത് പോരാഞ്ഞിട്ട് ആ പാവം പെൺകുട്ടിയെ കൂടി തെറ്റിക്കണോ? അവള് സ്വമേധയാ സമ്മതിച്ചോ വരാമെന്ന്? ഇല്ല, അവള് സമ്മതിക്കില്ല. അവൾ എന്റെ മോള. എന്തിനേറെ സംസാരിക്കുന്നു. അവൾ സമ്മതിച്ചു കഴിഞ്ഞു. കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്ത മര കഴുതിയാണോ അവൾ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോകണമെന്ന് അവൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ തിരിച്ചു വന്നത്. ഒരു യുവാവിന്റെ ജീവിതം തകരാറിലായ അതെങ്ങനെയും രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷേ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരാറിലായ പിന്നെ നീക്കുപോക്കില്ലതിന്. അവൾക്കാണെങ്കിലോ ഇപ്പൊ നല്ലൊരു വിവാഹാലോചന വന്നിരിക്കുന്ന സമയം കൂടിയാണിത്. അപ്പോഴാണ് നീ അവളെ ജീവിതം തകർക്കാൻ ഒരുപ്പെടുന്നത്. ഞാൻ അച്ഛന്റെ മകനാണെങ്കിലും ഒരു ജീവിതം തകർക്കില്ല അച്ഛൻ. നിങ്ങൾ കൊണ്ടുവരുന്ന വിവാഹ ബന്ധം കൊണ്ട് എന്റെ അനിയത്തി നന്നാവണ്ട. അല്ല, മാത്രമല്ല ജീവിതമേ നശിച്ച ഒരുത്തിയുടെ മകളല്ലേ അവൾ. പിന്നെ എന്തിനാ അവൾ തളർച്ചയെ പേടിക്കണം? ചന്ദ്ര മോനെ, നീ അവളെങ്കിലും എനിക്ക് വിട്ടുതരില്ലേ? നമ്മൾ ഒരേ ഗർഭപാത്രത്തിൽ വളർന്നവരാണ്. ഒരേ അനുഭവം, ഒരേ കടമ, ഒരേ വിധി. ചന്ദ്ര, അച്ഛനും തന്നെ വിളിക്കുമ്പോ തൊണ്ടയിടറുന്നു, കണ്ണീരും വരും. എന്റെ അമ്മയുടെ കണ്ണീര് കണ്ട് മനസ്സലിവില്ലാതെ കണ്ട സ്ത്രീകളുടെ കെളിയിച്ചെന്ന് വീഴുമ്പോ ഓർക്കണമായിരുന്നു മക്കളെയും കുടുംബത്തെയും പറ്റി. നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ കേൾക്കാം. കേൾക്കേണ്ടവനാണ്. ഒരിക്കലും തെറ്റ് ചെയ്തു. ശരിയാണ്, മരണം വരെ ഞാൻ അനുഭവിക്കണം അതിനുള്ള ശിക്ഷ. പക്ഷേ നിന്റെ നാക്ക് പൊഴുത്തു പോകും. ആ നിർദോഷിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഗതി കിട്ടൂല നിനക്ക്. എനിക്കും എന്റെ അനിയത്തിക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ. ആരും അതോർത്ത് വിഷമിക്കും. ഇവിടം വിട്ട് എവിടെയെങ്കിലും ശുദ്ധമായി വീശുന്ന എടുത്ത് ചെന്ന് ഞങ്ങൾ മണ്ണടിയട്ടെ. പരാതിയും പരിഭവവും പറയാതെ പിരിയണമെന്നുണ്ടായിരുന്നു. പറയിച്ചു കളഞ്ഞു. ഇനിയില്ല. മാധവി, മാധവി, അച്ഛനോട് യാത്ര പറയൂ മാധവി. നീ ഞങ്ങളെ വിട്ടു പോവുകയാണോ? ഞങ്ങളെ വെറുക്കരുതേ അമ്മേ. ഈ ജന്മത്തോ ഞങ്ങൾ പോകുന്നു. ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി. എന്ത്? ഇങ്ങോട്ട് നോക്ക് ചന്ദ്ര. ഞാൻ എന്തും സഹിക്കും. സഹിച്ചതിന് അതിരില്ല. പക്ഷെ ഇത് വേണമായിരുന്നു. പിച്ചക്കാരന്റെ വാക്ക്. പോകും ഞാൻ. തളരാതെ നടക്കേണ്ടത് നടക്കട്ടെ. പാർവതി, തൃപ്തിയായില്ലേ പാർവതി? നാം ആരും അത് തീരുമാനിക്കും. നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ. കഥയിലാണ് അങ്ങനെ. ഇത് ജീവിതമാണ്. അറിഞ്ഞോ? കണ്ടു. പിന്നെ ഇങ്ങോട്ട് പോകുന്നത് ഒന്നിച്ച് മുങ്ങിച്ചാകാൻ. രാഘവൻ ഇനിയും വന്നില്ലേ? വരും. ഒരിക്കൽ, ഒരിക്കൽ മാത്രം. വരുമോ? എന്ന്? അവൻ എന്ന് വരും? എന്റെ കണ്ണടയുന്ന അന്ന്. എന്താര് പറഞ്ഞു? മറ്റാരും.
അന്ന് ആരെ കാണാൻ, ആർക്ക് കാണാൻ? ഞാൻ കൊണ്ടുവരും അവനെ. എങ്ങനെ? എവിടുന്നും? വെറുതെ പാഴ്വേലയ്ക്ക് മെനക്കെടണം. അവൻ പറഞ്ഞതാ. ചേട്ടൻ മറ്റൊന്ന് ചെയ്തു തരുമോ? ഞാൻ എന്താ വേണ്ടത് പറയൂ. എനിക്കൊരു ജോലി തരുമോ? ഇനി പോകാൻ എനിക്ക് ഇടമില്ല. ഇനി ഒരു കടവില്ല പോകാൻ. തുഴയാനൊരു തോണിയില്ല. തുഴയും തോണിൽ ചാരി തനിച്ച് വഞ്ചിയിൽ അങ്ങനെ കുത്തിയിരിക്കും. തണുത്ത പാതിരാത്രിയിൽ അന്തമറ്റ ശൂന്യതയും നോക്കി. ചെയ്ത ജോലിക്ക് കിട്ടിയ കൂലി കൊണ്ട് തൃപ്തിയായില്ലേ പാർവതി? കൂലി ആരാശിച്ചു ചേട്ടാ? നീ ഒന്നോർത്ത് ആശ്വസിച്ചു പാർവതി. നീ ഒറ്റയ്ക്കല്ല ഈ വഞ്ചി. നിന്നോടൊപ്പം ഭീഷ്മപുറപ്പെടുത്ത ഈ ഗോവിന്ദനും നിങ്ങളെ ഈ വഞ്ചിയിലെത്തിച്ച് ആരും കൊണ്ടുപോകും. വേണ്ട, മറ്റാരും അതിൽ കയറരുത്. അതെനിക്കുള്ളതാണ്, എനിക്ക് മാത്രം.